അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ സഭയുടെ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാന്യ കർത്തദാസൻ ജാക്സൺ പാസ്റ്റർ കുടുംബം, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കള്, സഹോദരങ്ങള്, പ്രിയപ്പെട്ടവർ, ഈ മാന്യ സഭയിൽ ദൈവത്തെ ആരാധിക്കുന്ന ബഹുമാന്യരായ എല്ലാ മാന്യ ദൈവമക്കൾ, ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയിൽ ഇവിടെ സഹായിച്ച കർത്താവിൻ്റെ ദാസന്മാർ, സാക്ഷ്യം പ്രസ്താവിച്ചവര്, ഇന്ന് രാത്രിയിലെ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന അധ്യക്ഷൻ, അനുഗ്രഹിക്കപ്പെട്ടതായ ഗാന ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാന്യ കർത്തദാസൻ തഞ്ചാവൂർ വില്യംസ് അടക്കമുള്ള എല്ലാ മാന്യ സഹോദരി സഹോദരൻ, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ടവര്, വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുന്ന ചുമതലപ്പെട്ടവര്, ഈ ശുശ്രൂഷയുടെ പിൻപിൽ, സുവിശേഷ യോഗത്തിന്റെ പിൻപിൽ വളരെ അധ്വാനം ചെയ്ത ബഹുമാനരായ പ്രിയപ്പെട്ടവർ, പ്രാർത്ഥിച്ചവർ, ദൂരത്തിരുന്ന ഇപ്പോൾ ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവർ, ഇതിന് ശേഷമായിട്ട് ആരെങ്കിലും ഈ ശുശ്രൂഷ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നെങ്കിൽ അങ്ങനെയുള്ളവർ എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യയിൽ വന്ദനം. ദൈവം എല്ലാവരെയും കഴിഞ്ഞ രാത്രിയില് ശാന്തമായ അന്തരീക്ഷത്തിൽ നമുക്ക് തിരുവചനം ചിന്തിപ്പാൻ അവസരം ലഭിച്ചു. ഇന്ന് രാത്രിയിലും ദൈവ വചനത്തിൽ നിന്ന് അല്പസമയം Hello, hello. Please, hello. Please, hello, hello. ഈ രാത്രിയില് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വായിച്ച കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 2 മുതൽ 5 വരെയുള്ള തിരുവെഴുത്തുകളാണ് വായിച്ചത്. അതിലെ 5-ാമത്തെ വാക്യം എടുത്ത് ഒരിക്കൽ കൂടി വായിക്കുവാൻ കർത്തൃനാമത്തിൽ അപേക്ഷിക്കുന്നു. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവീൻ. ഒരിക്കൽ കൂടി നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉൾപ്രവചിപ്പിച്ചു നിൻ സൽപുരത്തിലവരെ, ഉൾപ്രവചിപ്പിച്ചു നിൻ സൽപുരത്തിലവരെ, ഉൾപ്രവചിപ്പിച്ചു നിൻ സൽപുരത്തിലവരെ, ഉൾപ്രവചിപ്പിച്ചു നിൻ സൽപുരത്തിലവരെ.
രചിപ്പിച്ചു നിൻ സൽപുരത്തിലവരെ തൊൽപ്പാർപ്പിനായി സ്ഥാപിച്ച ശുദ്ധ സ്ഥലത്തു തന്നെ കേൾപ്പുള്ള നിന്നപകച്ചാൽ രാത്രി തന്നിൽ നിൽപ്പാനരുളൂ ഭവൻ സൽപാലകനായി വാഴും പാടും പരമന് പരിചോട് പാടും പരമന് പരിചോട് സാധിയോടു കൂടവേ കടലൂടെ തള്ളി തൻ തേജസോടെ പ്രബല കടൽ കൂടെ തള്ളി തൻ തേജസോടെ പ്രബല പെട്ടാൽ പാടും പരമന് പരിചോട് ഞാൻ വരും അവനു സതതം ജയ പാടും പരമന് പരിചോട് ഞാൻ കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് രാത്രി ഇത്രയും പേർക്ക് ഒന്നിച്ച് ഈ സ്ഥലത്ത് സമ്മേളിപ്പാൻ ദൈവം തന്ന അവസരത്തിനായിട്ടും ദൈവത്തിന് മഹത്വം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നലെ രാത്രി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ ധ്യാനിപ്പാൻ ചിന്തിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി. അവിടുന്ന് അനുവദിച്ചതുകൊണ്ട്
ഈ രാത്രിയിലും ഒന്നിച്ചു കൂടുവാൻ സാവകാശം ദൈവം നമുക്ക് തന്നല്ലോ. ദൈവത്തിന് മഹത്വം. നാം തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് കൊലോസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 2 മുതൽ 5 വരെയുള്ള തിരുവെഴുത്തുകളാണ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഈ 2 മുതൽ 5 വരെയുള്ള 4 വാക്യങ്ങളിൽ പ്രധാനമായിട്ട് അവിടെ 4 വിഷയങ്ങളെ ഓർപ്പിക്കുന്നുണ്ട്. 1 പ്രാർത്ഥന, 2 സ്തോത്രം ചെയ്യണം, 3 വചനത്തിന്റെ വാതിൽ തുറക്കണം, 4 സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ചുരുങ്ങിയ സമയം കൊണ്ട് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൊലോസ്യ ലേഖനത്തിന് ധാരാളം വിശേഷതയുണ്ട്. അതിലൊരു വിശേഷത, ലേഖനങ്ങളുടെ രാജാവാണ് കൊലോസ്യ ലേഖനം. ഇന്നലെ നമ്മൾ ചിന്തിച്ചതാണ്. മാത്രമല്ല ഈ കൊലോസ്യ ലേഖനത്തിന്റെ ഒരു പ്രത്യേകത, ഇത് ഈ കൊലോസ്യ വിശ്വാസികളെ പൗലോസ് നേരിട്ട് കണ്ടിട്ടില്ല. ഇവരെ പറ്റി കേട്ടിട്ടേ ഉള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. അത് ലേഖനം എഴുതുമ്പോൾ താൻ സൂചിപ്പിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ പെട്ടെന്ന്. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തുവെന്ന. അപ്പോൾ ജഡത്തിൽ എന്റെ മുഖം നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ കൊലോസ്യ വിശ്വാസികളെ പൗലോസ് നേരിട്ട് കണ്ടിട്ടില്ല. ഈ ലേഖനം എഴുതുന്നതിന് മുമ്പ് നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഇവരെ പറ്റി കേട്ടിട്ടുണ്ട്. അത് 3-ാം വാക്യം വായിച്ചു, 1-3. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടു. നിങ്ങളെ പറ്റി കേട്ടു. നിങ്ങളെ നേരിട്ട് കണ്ടില്ല. ജഡത്തിൽ നിങ്ങളുടെ മുഖം ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ വെളിച്ചത്തിലാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. തന്നെയല്ല, ഇവരെ വിശ്വാസമാർഗത്തിലേക്ക് നടത്തിയത് എപ്പപ്രാസാന്ന് ഒരു തെളിവ് 7-ാം വാക്യം ഒന്ന് വായിച്ചോ, 1-7. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവരെ വിശ്വാസമാർഗത്തിലേക്ക് നടത്തിയ ആളാണ് എപ്പഫ്രാസ്, പൗലോസ് അല്ല. അപ്പൊ ഇവരെ പറ്റി കേട്ടിട്ടുണ്ട്. ഇവരെ ആരെയും നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇവര് ക്രിസ്തുവിൽ ശ്രേഷ്ഠരായി തീരണം. അതിനാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഈ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമെല്ലാം എല്ലാവരും ക്രിസ്തുവിലായിരിക്കണം. എന്ത് ചെയ്താലും ക്രിസ്തുവിൽ, എന്ത് പ്രവർത്തിച്ചാലും ക്രിസ്തുവിൽ, എന്ത് വർത്തിച്ചാലും അതെല്ലാം ക്രിസ്തുവിൽ. ഒരു നല്ല പദമാ അവനിൽ എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. ആരാ? യേശു ക്രിസ്തുവിൽ. അതാ അവനിൽ. നിങ്ങൾ 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിച്ചേ. അവനിൽ. അതാ. അപ്പൊ ഈ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം ക്രിസ്തുവിലായിരിക്കണം. ക്രിസ്തുവിൽ, അവനിൽ. എഫേസ്യ ലേഖനത്തിന്റെ വിഷയം സഭയിൽ, കൊലോസ്യ ലേഖനത്തിന്റെ വിഷയം ക്രിസ്തുവിൽ. സഭയാകുന്ന സഭയുടെ തലയാകുന്ന ക്രിസ്തുവില്. അപ്പൊ എഫേസ്യ ലേഖനത്തിൽ സഭയിൽ, കൊലോസ്യ ലേഖനത്തിൽ ക്രിസ്തുവിൽ. അതാണ് 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. എങ്ങനാ? ഒന്നുകൂടെ വായിച്ചോ. ഇപ്പം വായിച്ചു. അവനിൽ. ഇനി എല്ലാം വായിക്കാൻ നേരമില്ല. 6-ാം വാക്യം വായിച്ചേ. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ അപ്പൊ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ. അപ്പൊ 1 അവനിൽ വസിക്കണം, 2 അവന്റെ കൂട്ടായ്മയിൽ. ഇപ്പോൾ ചിലരോടൊക്കെ ചോദിക്കും, ഇപ്പൊ എവിടാ? ഞങ്ങൾ ജോർജ് കുട്ടിയുടെ കൂട്ടായ്മയിലാണ്. നിങ്ങൾ എവിടാ പോകുന്നത്? ഞങ്ങൾ തങ്കമാമ്മയുടെ കൂട്ടായ്മയില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ എവിടെ ഇപ്പൊ പോകുന്നത്? ഞങ്ങള് ചീന്തലാറ് പാപ്പച്ചന്റെ കൂട്ടായ്മയില്. പാപ്പച്ചൻ മരിച്ചുപോയി, വാഴുത്തങ്കമ്മയുടെ അമ്മായിയപ്പനാ.
ചീന്തല്ലാർ പാപ്പച്ചൻ അല്ലേ? ഇത് പാപ്പച്ചന്റെ കൂട്ടായ്മയും തങ്കമ്മയുടെ കൂട്ടായ്മയും ജോർജ് കുട്ടിയുടെ കൂട്ടായ്മയല്ല, യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മ. ഒന്നുകൂടെ വായിക്കും, എല്ലാരും കേൾക്കട്ടെ. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ അവന്റെ കൂട്ടായ്മയിൽ, യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ. ഞാനൊരാളോട് ചോദിച്ചു, എവിടെ ആയിപ്പോയി? ഞങ്ങൾ കുഞ്ഞോളമാമയുടെ കൂട്ടായ്മയിലാണ്. അപ്പൊ കുഞ്ഞോളമാമയ്ക്ക് കൂട്ടായ്മയുണ്ട്, അതിന് ആളുണ്ട്. കുഞ്ഞോനച്ചാന്റെ കൂട്ടായ്മയുണ്ട്, അതിനും ആളുണ്ട്. ഞാൻ ഒരിക്കൽ ഇവിടെ ഹൈറാഞ്ചില ഞാൻ ചോദിച്ചു എവിടാ കൂടെ? ഞങ്ങൾ വാഴക്കാല സൂസിയുടെ കൂട്ടായ്മയിലാണ്. വാഴക്കാല സൂസിക്ക് വരെ ഇവിടെ ഉള്ള ഒരു സഹോദരിയാ, ഉള്ള കാര്യമായി പറയാൻ എന്നോട് പറഞ്ഞതാ. സൂസിയുടെ കൂട്ടായ്മയിലല്ല, പിന്നെ ആരുടെ കൂട്ടായ്മയില്ല? അവരുടെ ബന്ധുക്കാർ കാണും, താനിങ്ങോട്ട് ഇറങ്ങി വന്ന് കാണുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞ കാര്യം പറഞ്ഞതാ. എഫേസ്യ ലേഖനത്തിൽ സഭയിലായിരിക്കണം, കൊലോസ്യ ലേഖനത്തിലെ വിഷയം ക്രിസ്തുവിലായിരിക്കണം. ക്രിസ്തുവിൽ ക്രിസ്തുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തു ഭാഗ്യമുള്ളോർ പ്രിയരെ, നാം എന്ത് ഭാഗ്യമുള്ളോർ. നാഥന്റെ കാഴ്ചവേണ്ടു നാൾതോറും പിന്തുടരാൻ മാതൃകയായി മാതൃകയായി. ഞാന് ഇന്നലെ ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു. എന്ത് പിന്നെ രതീഷ് അല്ലേ? രതീഷ് മുങ്ങിയോ? ഓ രതീഷേ, ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം പുള്ളിയോട് പറഞ്ഞു കൊടുക്കും, ഇന്നത്തെ എഞ്ചിനീയറിനോട്. അടുത്തിരുന്ന് പറഞ്ഞു കൊടുക്കും. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ പറയണം കേട്ടോ. ഈ ഹാർമോണിയത്തിന്റെ ശബ്ദം എനിക്ക് അല്പം കൂട്ടിത്തരണം. കാരണം എനിക്ക് ഈ പാട്ടിന്റെ താളമോ രാഗമോ ശ്രുതിയോ കണക്കോ ഒന്നും അറിയത്തില്ല. പിന്നെ പുള്ളി ഉള്ളത് കൊണ്ടാണ് ഞാൻ നിന്ന് പിഴയ്ക്കുന്നത്. പുള്ളി ഇടയ്ക്ക് കണ്ണുമൊക്കെ കാണിക്കും തുടങ്ങാൻ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ തമ്മിലൊരു വലിയ ധാരണയില്ല. ഇവർ മോശക്കാരല്ല, അവരും നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നാലും ജെയ്സൺ ഉള്ളപ്പം വലിയ കുഴപ്പമില്ലാതെ എനിക്ക് പോകാം. അല്ലെങ്കിൽ അവർ കണക്കിന് അങ്ങ് വായിക്കും, അവർക്ക് കണക്കറിയാം, എനിക്ക് കണക്കറിയത്തില്ല. അപ്പം എനിക്ക് കണക്കും തൊപ്പി അറിയത്തില്ലെന്ന് ജെയ്സൺ അറിയാം. അപ്പം ജെയ്സൺ നേരം എന്നെ കണ്ണ് കാണിക്കും. ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇച്ചിരി കൂട്ടിത്തരണം. എങ്കിലും ഞാൻ പാടുമ്പോൾ പാട്ടായിരിക്കണം മേളിൽ നിൽക്കേണ്ടത്. അതിൻ്റെ തൊട്ട് താഴെ ഹാർമോണിയം. ഒരു വാക്യം വായിച്ചു എന്നാലും തെളിയും. എല്ലാത്തിനും വാക്യമുണ്ട്. പിന്നെ 68-ാം സങ്കീർത്തനത്തിൻ്റെ 24 വായിര്, 68-24 പെട്ടെന്ന് വായിര്. എല്ലാത്തിനും വാക്യമുണ്ട്. 68-24 ഇല്ലേ? ദൈവമേ, അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ട് എന്റെ ദൈവവും രാജാവുമായവന്റെ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ. അടുത്തത് സംഗീതക്കാരൻ മുമ്പിൽ നടന്നു. നന്നായിട്ട് വായിക്കേ. സംഗീതക്കാർ മുമ്പിൽ നടന്നു. സംഗീതക്കാർ മുൻപിൽ നടന്നു. അടുത്തത് വീണക്കാർ അതിന്റെ പിമ്പിൽ നടന്നു. അങ്ങനെ. അപ്പം സംഗീതക്കാര് മുമ്പില്. ഈ തഞ്ചാവൂർ വില്യംസും, ഞാൻ സംഗീതക്കാരനാന്ന് പറയത്തില്ല, ഞാൻ പാടുകല്ല ചൊല്ലുക. അപ്പം ഇവര് സംഗീതമൊക്കെ പഠിച്ച് അഭ്യസിച്ചവരാ അതിന്റെ ക്രമത്താല്. അപ്പോൾ സംഗീതക്കാര് മുമ്പില്, തൊട്ട് പുറകിൽ വീണക്കാർ. അപ്പൊ അങ്ങനെ ഇതിന്റെ ഓർഡർ. അപ്പൊ അങ്ങനെ പോണം. അപ്പൊ ശ്രദ്ധിക്കുക. ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. എഫേസ്യ ലേഖനത്തിൽ ക്രിസ്തു അവൻ സഭയിൽ, അല്ലെങ്കിൽ നമ്മൾ സഭയിൽ. എന്നാൽ കൊലോസ്യ ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ, ദൈവത്തെ അറിഞ്ഞ ഒരു ദൈവ പൈതൽ എല്ലാ കാര്യവും ക്രിസ്തുവിലായിരിക്കണം. എന്ന് പറഞ്ഞ ക്രിസ്തുവില്ലാതെ, ക്രിസ്തുവിനെ കൂടാതെ, യേശു ക്രിസ്തുവില്ലാതെ ഒരു കാര്യത്തിലും ഇടപെടരുത്. അതായത് വിഷയം.
കാരണം അവിടെ വായിക്കുന്നത് അവിടുന്നാണ് സർവത്തിനും മുമ്പൻ, സകലത്തിനും മുമ്പൻ. 1:15 വായിച്ചു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും ആ സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. ആ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. സർവ്വതും സകലതും അവിടുന്ന് മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായിട്ടും സകലവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഓ, അത് മാറ്റി വെച്ച് വേദപുസ്തകത്തിൽ അങ്ങ് വായിക്കുക. അത് ചുമ്മാ അതുകൊണ്ട് ഈ മാതിരിക്കരുത്, ഇന്ന് വായിരു. അതിനകത്തൊന്നും ചിലപ്പോൾ എല്ലാം ഒന്നും ശരിയായെന്ന് വരികയില്ല. ഇത് വായിരു. അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിന് മുമ്പേ ഉള്ളവൻ. അവിടുന്ന് സർവത്തിന് മുമ്പേ ഉള്ളവൻ. കണ്ടോ? അപ്പൊ യേശു ക്രിസ്തുവാണ് സർവത്തിന് മുമ്പൻ, സകലത്തിനും മുമ്പൻ. ഇതാണ് ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയമാണ്. മുന്നേകിടും നാമന്നീ, മുന്നേകിടും നാമന്നീ, എന്നും മാറാതിരുന്നവൻ നീ, മുന്നേകിടുന്നവൻ നീ. മുന്നേകിടും നാമൻ നീ, എന്നും മാറാതിരുന്നവൻ നീ, വന്നവൻ നീയെ, വരാനുള്ളവൻ നീയെ, വന്നിതവല്ലവനെ, വന്നവൻ നീയെ, വരാനുള്ളവൻ നീയെ, വന്നിതവല്ലവനെ, സുന്ദര രക്ഷകനെ, സുന്ദര രക്ഷകനെ, സുന്ദര രക്ഷകനെ. ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവാണ് സകലത്തിനും മുമ്പൻ, സർവത്തിനും മുമ്പൻ അവിടുന്ന്. അപ്പോൾ അങ്ങനെയുള്ള യേശു ക്രിസ്തുവിലായിരിക്കണം ഞാനും നിങ്ങളും, സകല ആൾക്കാരും. ഇനി അങ്ങ് ആ ചിന്തയോടുകൂടെ 2:3 അവനിൽ, അവനിൽ എന്ന കൂടെ കൂടെ പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടെ വായിച്ചോ ദൈവദാസനെ. 2:3 അവനിൽ, അവനിൽ. കണ്ടോ? ഇനി അതിന്റെ 6-ാം വാക്യം മുമ്പേ വായിച്ചത്. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ. അവന്റെ കൂട്ടായ്മയിൽ. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വേറെ ആരുടെയും കൂട്ടായ്മയല്ല, യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മ. ഇനി അടുത്ത പദം കൂടെ വായിച്ചോ. അവനിൽ വേരൂന്നിയും. അവനിൽ വേരൂന്ന, എല്ലാം അവനിൽ എന്നുള്ളതാ. അവനിൽ വേരൂന്നണം. ഇനി 9-ാം വാക്യം വായിച്ചേ. അവനിലല്ലോ, അവനിലല്ലോ. അവിടെ കണ്ടോ? ശ്രദ്ധിച്ചേ, അവനിലല്ലോ. 10-ാം വാക്യം. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ, അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവനിൽ എന്നാ യേശു ക്രിസ്തു. 11-ാം വാക്യം വായിച്ചേ. അവനിൽ, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ. കണ്ടോ? അവനിൽ. ഇനി 12-ാം വാക്യം വായിച്ചേ. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ വായിച്ചോ. അടക്കപ്പെടുകയും അടക്കം മിക്കവാറും ഞാൻ ഇന്ന് തന്നെ ഒന്നുകൂടെ വായിച്ചേ. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും 13-ാം വാക്യം വായിച്ച അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അക്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ. ഇനി 20-ാം വാക്യം വായിച്ചേ. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ എന്ന് പറഞ്ഞ അവനോടുകൂടെ 3-ന്റെ 1 വായിച്ചേ.
ആകയാൽ നിങ്ങൾ ആ. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിനോട് കൂടെ. ഇനി അതിന്റെ 4-ാം വാക്യം വായിച്ചേ. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ആ. നിങ്ങളും അവനോടുകൂടെ അവനോടുകൂടെ. അപ്പോൾ ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവിനോട് കൂടെ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. യേശു ഉണ്ടെങ്കിൽ സകലതുമുണ്ട്. യേശു ജീവിതത്തിലുണ്ടെങ്കിൽ സർവ്വതുമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ പന്തല വിട്ട് ഗ്രൗണ്ട് വിട്ട് കടന്നു പോകുന്നതിന് മുമ്പ് യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് തിരിച്ചു പോകാവൂ. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, ഒരേ ഒരു മാർഗം, അത് നസറായനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് വേണം പോകാൻ. അപ്പോൾ ഈ കൊലോസ്യ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം ക്രിസ്തു. ആ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണം. വാക്കിലും നടപ്പിലും പ്രവർത്തിയിലും എല്ലാം ക്രിസ്തുവിനോട് കൂടെ ആട്ടെ. ദീർഘമാക്കുന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നമ്മൾ 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം പ്രധാനമായിട്ട് എടുത്തത്. അപ്പോൾ തന്നെ ഒന്നാം അധ്യായം ഈ കൊലോസ്യ ലേഖനത്തിലെ ഇന്നലെ ഓർപ്പിച്ചല്ലോ. കൊലോസ്യ ലേഖനത്തിലെ ഒരു പ്രധാനപ്പെട്ട വേറൊരു വിഷയം സുവിശേഷത്തിന്റെ വിശേഷതകൾ ഈ ലേഖനത്തിലുണ്ട്. അത് നമ്മൾ ഇന്നലെ വായിച്ചു. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യവും 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യവും 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യവും. 1-ന്റെ 3 ഒന്നുകൂടെ വായിക്കാം. 1-ന്റെ 3 സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ. അപ്പോൾ സുവിശേഷത്തിന്റെ ഒരു വിശേഷത ഇത് സത്യവചനമാണ്. അത് ഇന്നലെ നമ്മൾ ചിന്തിച്ചല്ലോ, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. സുവിശേഷത്തിന്റെ സത്യവചനം ഇത് സത്യവചനമാണ് കേട്ടോ. വള്ളിക്കും പുള്ളിക്കും മാറ്റം വരികയല്ല. അതിലെയോ നിറവേറിക്കൊണ്ടിരിക്കുന്നേ. ഇപ്പോഴത്തെ യുദ്ധവും ഈ കെടുതിയെല്ലാം ഇത് വേദപുസ്തകം പറയുന്നതിന് അനുസരിച്ചാണ്. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭമാണ്. നാടൻ ഭാഷ പറഞ്ഞ അടിയൊന്നും ആയിട്ടില്ല, വടി വെട്ടാൻ പോയിരിക്കുന്നു. വലിയ വടിയായിട്ട് വരുന്ന സമയത്ത് സഭയെ കർത്താവ് അങ്ങ് ചേർക്കും. സ്തോത്രം. തിരുസഭ കർത്താവിനോട് കൂടെ ആയിരിക്കും. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്ന നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യത്തിൽ ഒന്ന് വായിച്ചു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-10. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാൻ അടുത്തത് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കും എന്ന് പറഞ്ഞാൽ തിരുസഭ മഹോദ്രവത്തിൽ കൂടെ പോകത്തില്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. പോകുന്നെന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അവർ പോട്ടെ, നമ്മളിപ്പോ അവരെ തടയുമെന്നും അവർ പോകാനിരിക്കുമ്പോൾ നമ്മൾ പറയാ പോകണ്ടെന്ന് പറഞ്ഞ അവർ പോട്ടെ. തിരുസഭ മഹോദരവത്തിൽ കൂടെ പോകത്തില്ല. എന്നാൽ തിരുസഭ ആരംഭിച്ച കാലം മുതൽ ഉപദ്രവങ്ങളിൽ കൂടി പോകുന്നുണ്ട്. അതിപ്പോഴും ഉണ്ട്. അത് വേദപുസ്തക പ്രമാണമാണ്. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന മഹാപീഠയിൽ കൂടി അതിനകത്തൂടെ സഭയെ ദൈവം വിടുകയില്ല. എത്രയോ തിരുവെടുത്തുകൾ തെളിവിനായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വിഷയമല്ലതുകൊണ്ട് പറഞ്ഞങ്ങ് പോയെന്നേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞുവെന്നു എന്നും അവർ തന്നെ പറയുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ വചനത്തിന്റെ സത്യം ഇപ്പോഴും നിറവേറിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് മഹത്വം. അപ്പോൾ സുവിശേഷത്തിന്റെ ഒരു വിശേഷത, ഈ സുവിശേഷം സത്യവചനമാണ്. 2, നമ്മൾ ഇന്നലെ ചിന്തിച്ചു, ഒരു വ്യക്തി സുവിശേഷം കേട്ടാൽ ആ വ്യക്തിയിൽ ഫലം പുറപ്പെടും. ഫലം 6-ാം വാക്യം. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ, നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചു വർദ്ധിച്ചു. ലോകത്തിലും ഫലം
കായ്ച്ചും അത് കായ്ച്ചാ പോരാ, അടുത്തത് വർദ്ധിച്ചും വരുന്നു. കായ്ച്ചാ പരുവത്തിന് ഇരിക്കുകയല്ല, വർദ്ധിച്ചു വരണം. അപ്പോൾ ഈ ശരിയായ നിലയിൽ സുവിശേഷം കേട്ടാൽ ആ കേട്ടിരിക്കുന്ന വ്യക്തിയിൽ ഫലം പുറപ്പെടും. ആ ഫലത്തെ പറ്റിയാണ് നമ്മൾ ഇന്നലെ വായിച്ചല്ലോ. 5:22 മുതൽ എന്തോ ഫലമാണ് വായിച്ചോ. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സമാധാനം, സന്തോഷം. ആത്മാവിന്റെ ഫലമോ വായിച്ചോ. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ. ഞാൻ പറയാം. അവിടെ 9 കൂട്ടം കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ശരിയായ നിലയിൽ ഈ സുവിശേഷം ഒരു വ്യക്തി കേട്ടാൽ, നിങ്ങൾ സ്റ്റേജിൽ ഇരിക്കുന്നവര് പുള്ളി തെറ്റിച്ച് ചിരിക്കേണ്ട, എല്ലാവരെ കൊണ്ട് ഞാൻ വായിപ്പിക്കും. പുള്ളി തന്നെ അല്ല, അകലെണ്ണത്തിനെ കൊണ്ട് വായിപ്പിക്കും. അപ്പൊ പിന്നെ കുഴയേണ്ടി വരും. അതുകൊണ്ട് പുള്ളിക്കും വേണ്ടി എനിക്കും വേണ്ടി പ്രാർത്ഥിച്ചോണം. പുള്ളി തെറ്റിക്കുകയും ചെയ്യരുത്. ഞാൻ പുള്ളിയെ ഒന്നും ഇത് രണ്ടും പ്രാർത്ഥിച്ചു. നിങ്ങൾ വായിക്കാത്തവരതൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. പുള്ളി എന്നെ ചുമച്ച് കാണിക്കുന്നു വായിപ്പിക്കാതിരിക്കാന്. ഏതോ ഒരു ബുദ്ധി. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം ശരിക്ക് കേട്ടാൽ ആ വ്യക്തിയിൽ ഫലം പുറപ്പെടും. ഫലം, ആത്മാവിന്റെ ഫലം. ആ ഫലം സ്നേഹം. അപ്പം സുവിശേഷം കേട്ട ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ സ്നേഹിപ്പാൻ പറ്റുന്നില്ലെങ്കിൽ നീ പ്രാപിച്ചത്, കേട്ടത്, അറിഞ്ഞിരിക്കുന്നത് ശരിയായ സുവിശേഷമല്ല. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വേറൊരു സുവിശേഷമാണ്. മനസ്സിലായോ? സുവിശേഷം കേട്ട നീ, ഞാന്, ഭർത്താവിനെ, ഭാര്യയെ, മക്കളെ, സഹോദരങ്ങളെ, സ്നേഹിതരെ, മാതാപിതാക്കളെ, അയലത്തുകാരെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ സ്നേഹിപ്പാൻ പറ്റാതെ വൈരാഗ്യ ബുദ്ധിയോടെ, വാശിയോടെ ആ വ്യക്തിയോട് പെരുമാറുന്നെങ്കിൽ, വർത്തിക്കുന്നെങ്കിൽ ആ വ്യക്തി ശരിയായ സുവിശേഷമല്ല. കേട്ട് ചുമ്മാ കൈപൊക്കുക, വെറുതെ കൈപൊക്കുക. എല്ലാ യോഗത്തിനും വന്ന് കൈപൊക്കി വെച്ച് പോകുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ കൊല്ലവും പൊക്കി, ഈ കൊല്ലവും ഇന്ന് ഞാൻ പിന്നെ ചോദിക്കാത്തതുകൊണ്ട് അങ്ങ് പൊക്കാതിരിക്കുക. അതിനായിട്ട് തന്നെ വരുന്ന ആൾക്കാരുണ്ട്. അത് തിരിച്ച് പുള്ളി കൈ പൊക്കിച്ചില്ല, കാരണം പുള്ളി പൊക്കാൻ വന്ന ആളാ. ഇത് കൈ പൊക്കിയത് കൊണ്ടോ കാല് പൊക്കിയത് കൊണ്ടൊന്നും കാര്യമായില്ല. അവിടെ കിടന്നിങ്ങനെ മൂർഖൻ ആടുന്നത് പോലെ പത്തി വിരിച്ച് ആടിയിട്ടും കാര്യമൊന്നുമില്ല. സുവിശേഷം അകത്ത് വന്നാൽ ആത്മാവിന്റെ ഫലം ഉണ്ടാകും. ആ ഫലത്തിൽ ഒന്നാമത്തെ ഫലമാണ് സ്നേഹം. അമ്മായിയമ്മയോട് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മരുമകള് കേട്ടിരിക്കുന്നത് ശരിയായ സുവിശേഷമല്ല. വെറുതെ ഞായറാഴ്ച വെള്ളത്തുണി ഉടുത്തോണ്ട് ഈ തവളയാടും പോലെ കിടന്ന് ചാടുക. അതിൽ ഇതെല്ലാം കഴിഞ്ഞ വെച്ച് വീട്ടിലോട്ട് ചെന്ന് പൊത്തോന്ന് വീഴുക, കാട്ടിലോട്ട് അങ്ങ് അണച്ചു. ചോദിക്കുക എന്നാ പറ്റി? ആരാധന കഴിഞ്ഞ് കണി ജഡത്തിലായി തുള്ളിയത്, ആത്മാവിലല്ല. ഈ പിള്ളേരെ എവിടെ നിന്നൊക്കെ വന്ന പിള്ളേരായത് അടക്കിയിരുത്ത അതിനെ കൊച്ചേ. അവിടെ നിന്റെ കയ്യിൽ എന്തോ ആയിരിക്കും അതിനെ അടക്കിയിരുത്ത. അവിടെ ഒരടി കൊടുക്ക്, ഇല്ലെങ്കിൽ ഒരു ചെറിയ നുള്ളു കൊടുക്കുക. അവിടെ കണ്ട ബൈബിൾ എടുത്തറിയുന്നു. അങ്ങോട്ട് ഇറങ്ങി വരും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് അടുത്തിരിക്കുന്ന കൂട്ടുവിശ്വാസിയെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ അറിഞ്ഞിരിക്കുന്നത് ശരിയായ സുവിശേഷമല്ല. ഒരു സഭയിൽ വരുന്ന വ്യക്തിയോട് കൈകൊടുക്കാനും സഹകരിക്കാനും സംസാരിക്കാനും ഇടപെടാനും പറ്റുന്നില്ലെങ്കിൽ ശരിയായ സുവിശേഷമല്ല കേട്ടിരിക്കുന്നത്. പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ കേട്ടത് വേറൊരു സുവിശേഷമാണ്. എന്താ സുവിശേഷത്തിന്റെ വിശേഷത? അയ്യോ ഒത്തിരിയുണ്ട്. സുവിശേഷം യേശു ക്രിസ്തുവാ. കർത്താവിനെ ഒന്ന് നോക്കിക്കേ. അടിച്ച് ഉപദ്രവിച്ച് പീഡിപ്പിച്ചവർ എത്രയോ പേരാ.
കണ്ണ് മൂടിക്കെട്ടി കന്നത്തടിച്ച് മുഖത്ത് കാർക്കിച്ചു തുപ്പി മുഖത്ത് രോമമെല്ലാം പിടിതെടുത്തു. മുൾക്കിരീടം കൊണ്ടുവന്ന് അടിച്ച് തലയിലോട്ട് വെച്ച് അടിച്ച് ഇറക്കി. മാത്രമാണോ ആമേൻ മുതുക ഉടവുചാല് പോലെ നീളത്തെ കീറി. ദൈവത്തിന് മഹത്വം. ആമേ ആക്ഷേപിച്ചു. ഇങ്ങനെ വാക്യമുണ്ട്, പരിഹസിച്ചു തീർന്ന ശേഷം എന്തെല്ലാം വ്യതകളും ഭംഗപ്പാടുകളും സഹിച്ചു. ഒടുവിൽ നടത്തിയും അടിച്ചും കാൽവറിയിൽ കൊണ്ടുചെന്ന് ആ ഇരുമ്പാനുകളിൽ തറക്കപ്പെട്ട് തൂങ്ങപ്പെട്ട് കിടക്കുക. എല്ലാ ഭാഗവും ഞാൻ വിവരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. ദൈവത്തിന് മഹത്വം. തന്നെ ആക്ഷേപിച്ച് ഉപദ്രവിച്ച് പീഡിപ്പിച്ച് അടിച്ചവരോടെല്ലാം കർത്താവ് പറഞ്ഞൊരു പദം ആ ക്രൂശിൽ കിടന്നിങ്ങനെ പറഞ്ഞ്, പിതാവേ ഇവരോട് ക്ഷമിക്കണം. അതാ സുവിശേഷം. കൂട്ടുവിശ്വാസിയോട്, കൂടെ ആരാധിക്കുന്നവരോട്, അയലത്തുകാരോട്, സഹോദരങ്ങളോട്, ചേട്ടനോട്, അനിയനോട്, പെങ്ങളോട്, അനിയത്തിയോട്, ചേട്ടത്തിയോട്, അപ്പനോട്, അമ്മയോട്, അമ്മായിയമ്മയോട്, മരുമകളോട് നിനക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ കേട്ടത് ശരിയായ സുവിശേഷം അല്ല. എന്നെ എല്ലാവരും പരാമറടിച്ച പോലെ ഇരിക്കുന്നു. തന്നെത്താൻ ഇന്ന് രാത്രി ഒന്ന് ശോധന ചെയ്തോണം. പ്രസംഗിക്കുന്ന എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയാനേ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് സ്തോത്രം. ഞാൻ വളരെ പ്രാഗൽഭ്യത്തോടെ ദൈവകൃപയിൽ ശരണപ്പെട്ട് പറയാം. ദൈവകൃപയിൽ ശരണപ്പെട്ട് പ്രാഗൽഭ്യത്തോടെ പറയാം. ഒരുത്തരുമായിട്ട് ഞാൻ പിണങ്ങിയിരിക്കുന്നില്ല. അങ്ങനെ ആരേലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വന്നാൽ നിന്റെ കാല് പിടിച്ച് ക്ഷമ പറയാൻ ഞാൻ ഒരുക്കുക. ലൈവിലല്ലേ, മുഴു ലോകത്തോടുമാ പറയുന്നത്. ഒരുത്തരോടും നിങ്ങൾ ചിന്തിക്കരുത് ഈ ഒരു പരമവിശുദ്ധം വന്ന് ഏലപ്പാറ ചാടിയിട്ടുണ്ടെന്ന്. അതല്ല പറഞ്ഞ എൻ്റെ അർത്ഥം. ഒരുത്തരോടും അല്ല, പാസ് എന്നോട് പിണങ്ങിയിരിക്കുകയാന്ന് ആരേലും വന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിന്റെ കാല് പിടിച്ച് ഇന്ന് രാത്രി ക്ഷമ പറയാ. ഞാൻ ഒരുക്കവാ. അങ്ങനെ തൻ്റെ ഇടമുള്ള ആരേലും ഉണ്ടെങ്കിൽ അവർ സ്റ്റേജിലോ സദസ്സിലോ ഉണ്ടെങ്കിൽ ഞാൻ കണ്ണടയ്ക്കാൻ പോവുക. നിങ്ങൾ അങ്ങനെയുള്ളവര്, ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഉള്ളവരുണ്ടെങ്കിൽ കൈ പൊക്കിക്കുക. ഞാൻ കാണുന്നില്ല. അങ്ങനെയുള്ളവരുണ്ട്, കൈ പൊക്കിക്കൂ. കൈ താത്തിട്. ഒരു പ്രാഗൽഭ്യം കൂടെ വേണം. ചിലപ്പോൾ നമ്മളെ ഉപദ്രവിച്ചവര് കാണും, ആക്ഷേപിച്ചവര് കാണും. നാടൻ ഭാഷ പറഞ്ഞാൽ നമുക്കെതിരെ പാര വെച്ചവരും ഒക്കെ കാണും, ടോർപിട വെച്ചവര് കാണും. തെറ്റവരുടെ ഭാഗത്താ, അതും നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ക്ഷമിക്കാൻ നമുക്കൊരു മനസ്സ് വേണ്ടേ? ഇല്ല പിന്നെ എന്തുവാ ക്രിസ്തീയ ജീവിതം? നമ്മൾ നല്ല നീട്ടി പാടുകല്ലേ, ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു ഞരമ്പെല്ലാം പിടച്ചു നിൽക്കുക. ഒത്തിരി ഞരമ്പ് പിടച്ചില്ലേലും ദൈവത്തിന് മഹത്വം. അത് പറഞ്ഞപ്പോൾ രണ്ടുപേരും പിണങ്ങി പോകുവാന്നോ അതോ സ്നേഹിക്കണമെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ രണ്ടും ഇറങ്ങി ഓടുന്നു. പോയിച്ചു വാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല, ആരെയും വിഷമിപ്പിക്കുന്നില്ല. ഞാൻ എന്നെ പ്രതിയാക്കിയായി പറഞ്ഞ് ദൈവത്തിന് മഹത്വം. സുവിശേഷത്തിന്റെ വിശേഷതയാ നമുക്ക് സ്നേഹിക്കാനൊരു നല്ല മനസ്സ് വേണം. സ്നേഹത്തെ പറ്റി ഒത്തിരി നിർവചനങ്ങളുണ്ട്, അറിയാമല്ലോ, കാണാപ്പാടം അറിയാമല്ലോ. ആ അധ്യായമൊക്കെ കാണാപ്പാടം പറഞ്ഞു വെച്ചിരിക്കുന്നവരുണ്ട്, ട്രോഫി മേടിച്ചു വെച്ചിട്ടുണ്ട്. ഏതാ 13-ാം അധ്യായം. പിന്നെ PIPക്കും YPക്കും ഒക്കെ കാണാതെ പറഞ്ഞ് അതിൻ്റെ ട്രോഫി എല്ലാം ഡിസ്ട്രിക്റ്റിൽ നിന്നും സെൻട്രൽ നിന്നും എല്ലാം മേടിച്ച് ട്രോഫി ഇരിക്കുന്നുള്ള അപ്പുറത്തുകാരുമായിട്ട് മിണ്ടിയിട്ട് എത്ര നാളായി.
ട്രോഫി മേടിക്കാൻ പോയപ്പോൾ അവരോട് മിണ്ടാതാ പോയത്. ദൈവത്തിന് മഹത്വം. അങ്ങനെയല്ലണേ. സ്നേഹത്തെ പറ്റി കൊടുത്തിരിക്കുന്ന പ്രയോഗം ഇങ്ങനെ: എല്ലാം ക്ഷമിക്കുന്നു, പൊറുക്കുന്നു, ഇങ്ങനെയുള്ള പദങ്ങളാ. ഞാൻ എല്ലാം ക്ഷമിക്കും, മറ്റേ കാര്യം മാത്രം ഞാൻ അങ്ങനല്ല, എല്ലാം. അയനാ യേശു അങ്ങനെ ചെയ്ത്. പിതാവേ, ഇവരോട് ക്ഷമിക്കണം. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ ന്യായമായി വിധിക്കുന്നവന്റെ കരങ്ങളിൽ മുഴുവൻ കാര്യങ്ങളും പരമേൽപ്പിച്ച പരമവിശുദ്ധനാ ക്രിസ്തു. നിർമ്മലൻ പാപികളോട്, നിർദോഷൻ നിർമ്മലൻ പാപികളോട് വേർപെട്ടു പാർത്തിരുന്നവൻ, വേർപെട്ടു പാർത്തിരുന്നവൻ, ദുഷ്ടരെ വിധിപ്പാൻ തൻ ശുദ്ധരുമായി, ദുഷ്ടരെ വിധിപ്പാൻ തൻ ശുദ്ധരുമായി, സിയോൻ കുമാരി നിൻ കാന്തൻ വേഗം വരുന്നീതാ, സിയോൻ കുമാരി നിൻ കാന്തൻ വേഗം വരുന്നീതാ. ശ്രദ്ധിക്കുക, തന്നെ ശകാരിച്ച് ആരെ യേശു പകരം ശകാരിച്ചില്ല. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ ഈ ഒരു സ്വഭാവം എന്നിലും നിങ്ങളിലും വർദ്ധിച്ചു വരണം. ഫലം വർദ്ധിച്ചെന്നാ അങ്ങനെ അടിച്ചേക്കുന്നത്. എങ്ങനെ വായിച്ചേ? ആ സുവിശേഷം സർവ്വലോകത്തിൽ എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി, നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഫലം കായ്ച്ചും വർദ്ധിച്ചു വരണം. എലപ്പാറ ചാക്കോച്ചന്റെ കാലത്തൊന്ന് കായ്ച്ചെന്നും പറഞ്ഞ് പഴയ വീരസ്യം പറഞ്ഞിരിക്കരുത്. വർദ്ധിച്ചു വരണം. ആട്ടെ, ഞാൻ ഇത് ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ എല്ലാവർക്കും ഒന്നും സന്തോഷമല്ലാണ്ട് ഇരിക്കുന്ന കണ്ടില്ലേ? ഒരു സന്തോഷമൊന്നുമില്ല. അതേസമയം ഇന്ന് രാത്രി ഇതെല്ലാം കൂടെ തള്ളി മറിച്ചിട്ട് ഇതും മറിച്ചിട്ട് താഴോട്ടൊരു ചാട്ടം ചാടിയ പെണ്ണുങ്ങൾ കയറി മൂക്കും. പോകാൻ നിർത്തിപ്പോൾ അന്തരീക്ഷമായിരുന്നെന്ന് പറയും. ഇവ ചൊവ്വുള്ള കാര്യം പറഞ്ഞിട്ട് ഒരു അന്തരീക്ഷവും ഇല്ല. എഴുന്നേറ്റ് പോയാൽ കൊള്ളാന്ന് ഓർത്തിരിക്കുക. ദൈവത്തിന് മഹത്വം. ഈ ബഹളോ ഓളോ ഒന്നുമല്ല. നമ്മിൽ സുവിശേഷം ഒരു വ്യക്തിയിൽ വന്നാൽ ഫലം പുറപ്പെടുവിക്കണം. ഫലം ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം. മറ്റുള്ളവർക്ക് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരാൾ വന്നിരിക്കുക, പുള്ളിക്ക് കസേരയില്ലേ, ഞാനൊന്ന് എഴുന്നേറ്റ് കൊടുക്കണം, പുള്ളിയെ ഇരുത്തണം, ഇങ്ങനെയൊക്കെ ചെയ്യണം. അവർ വരുമ്പോൾ ഉടനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം പിന്നെ അവർ തോണ്ടുകയില്ല, അറിയുകയില്ല. എവിടെയെങ്കിലും പോയിരുന്നോട്ടെന്ന്. എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ പതുക്കെ കണ്ണ് തുറന്ന് നോക്കും, പുള്ളി എവിടെയെങ്കിലും ഇരുന്നു വന്ന്. ഇതൊക്കെ ആ കയ്യിലിരിപ്പ് ഉള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഇരുന്ന് കഴിയുമ്പോൾ അങ്ങോട്ട് നോക്കി സ്താത്ര ഇരുന്നല്ല. കാരണം അതിൽ മുന്നേ നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ എഴുന്നേറ്റ് കൊടുക്കണ്ടേ. എന്തെല്ലാം സൂത്രങ്ങളും വിദ്യകളും ആ കയ്യിലിരിക്കും. ഇതെല്ലാം സ്വർഗത്തിൽ ദൈവം കണ്ടുകൊണ്ടിരിക്കുക. അവിടെ ഞാൻ വിവരിക്കുന്നില്ല, വെറുതെ അലോഗ്യം ഉണ്ടാക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ഞാൻ ഞങ്ങളുടെ സഭയിലുമൊക്കെ പറയും, പ്രായമുള്ളവർ ഭക്ഷണം കഴിക്കാൻ ഇത് കഴിയുമ്പോൾ എല്ലാവർക്കും ഭക്ഷണമുണ്ട്. ഇന്നലെയും ഭക്ഷണം കൊടുത്ത് വലിയ കാര്യമായി ചെയ്യുന്നത് 100 പേർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ചെറിയ കാര്യമാണ്. അത് ഈ ഹൈ റേഞ്ചിൽ വലിയ കാര്യമാണ്. വലിയ അഭിനന്ദിക്കുന്നു. അല്ല, യോഗം കഴിഞ്ഞ് അങ്ങനെ വേണം, കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. ചില വലിയ വലിയ സഭക്കാർ വലിയവരുടെ തോത്രക്കാഴ്ചയെല്ലാം മേടിക്കും. വെള്ളം പോലും ഇവന്മാർ കൊടുക്കുകയല്ല. മേടിക്കാൻ ഇവനെല്ലാം വാളണ്ടിയേഴ്സ് പോയാട്ടെ. അവിടെ വലിച്ചുകൊണ്ട് നിൽക്കുന്നവനും കിറങ്ങി നിൽക്കുന്നവനും അവൻ വീഡിയോ എടുത്ത് ഇങ്ങനെ കൈ വെച്ചാ പോക്കറ്റിൽ. എന്തിനാണ് ആ കഴുത ഇതെല്ലാം മേടിക്കുന്നത്? പിന്നെ എല്ലാവരുടെയും
അങ്ങ് അന്നാ മേടിച്ച ഒരു ഇച്ചിരി വെള്ളം എന്നാ യോഗം കഴിയുമ്പം ഒത്തിരി ഒന്നും കൊടുത്തില്ല. എന്തേ എല്ലാവരും ആണ് ഇവിടെ കാപ്പി വെച്ചിട്ടുണ്ട്, കട്ടൻ കാപ്പി അല്ലെങ്കിൽ പാൽ ചായ കുടിച്ചു വെച്ച് പോകണം, ഒരു ബിസ്ക്കറ്റും കൊടുക്കുന്നേ ചെറുത് അതൊന്നും അല്ല കൊടുക്കണ്ട്. ഈ 10 മണി വരെ ഇരുത്തുമ്പം ഭക്ഷണം തന്നെ കൊടുത്ത് വിടണം. നിങ്ങൾ അഭിനന്ദിക്കുന്നു കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും, അതുകൊണ്ട് എനിക്ക് സന്തോഷമായത്. ചില വലിയ വലിയ സഭക്കാർ ഡിസ്ട്രിക്ട് കൺവെൻഷൻ, സെൻട്രൽ കൺവെൻഷൻ, മറ്റേ കൺവെൻഷൻ, മറിച്ചേ കൺവെൻഷൻ വെള്ളം പോലും കൊടുക്കുക. എന്നിട്ട് ഇവനെല്ലാം കാറാ കയറി പായുക, പാവത്തുങ്ങളെല്ലാം നിന്ന് കുഴയുക. എല്ലാവരും എന്നെ നോക്കുന്നത് വലിയവരുടെയൊക്കെ മേടിക്കാൻ നല്ല വിരുദ നോട്ടീസ് കൊടുത്തുകൊണ്ടുള്ള വീട് മുഴുവൻ കയറി തായോ തായോ തായോ. കുഴപ്പമില്ല, മേടിച്ച വെള്ളമെങ്കിലും കൊടുക്കണ്ടേ. ഉണ്ടെന്ന് ഒത്തിരി ഗുണം വരാത്തവന്മാര് മേടിക്കാൻ നല്ല വിരുദ. മേടിച്ചോ കൊടുക്കുകയും കൂടെ ചെയ്യണം. പൗലോസ് എഫെസോസിൽ നിന്ന് പോകാൻ നേരത്ത് ഇങ്ങനെ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഏറെ നല്ലത്. അത് വലിയ കാര്യമാണ്. ഭക്ഷണം ഇന്നലെ ആരാണ്ടൊക്കെ ഭക്ഷണം കഴിക്കാതെ പോയി, അങ്ങനെ പോകരുത്. എല്ലാവരും ഭക്ഷണം കഴിച്ചു വെച്ചേ പോകും. ഇന്നുമില്ലേ? ഇന്നുമുണ്ട്. എന്തുവാ ഇന്നലത്തെ പോലാന്ന്, അതിലേക്കാളും ഗംഭീരമാണ്. അങ്ങനെ വേണം. അത് വർദ്ധിച്ചു വരണമെന്നല്ലേ ഇപ്പം കേട്ട്. അയ്യോ അങ്ങനെ ഇതൊക്കെ വേദപുസ്തകത്തിന് പ്രമാണമുള്ളതാ. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം വഴിയൊരുക്കി തരും. കൊടുക്കാൻ മനസ്സുണ്ടോ, നീ അറിയാത്ത വഴി ദൈവം ഒരുക്കി തരും. ദൈവത്തിന് മഹത്വം. ദൈവം അനുഭവത്തിൽ നിന്നായി പറയുന്നത്, അത് ചെയ്യുന്നത് കൊണ്ടായി പറയുന്നത്. അത് നന്നായിട്ടൊന്ന് ചെയ്തേ ഒരു കുഴപ്പവും വരികയല്ല. ദൈവത്തിന് മഹത്വം. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ സുവിശേഷത്തിന്റെ വിശേഷത, ഒന്ന് സുവിശേഷം സത്യവചനമാണ്. 2 സുവിശേഷം കേട്ട് കഴിയുമ്പോൾ ഫലം പുറപ്പെടുവിക്കും. ഇനി സുവിശേഷത്തിന്റെ മൂന്നാമത്തെ വിശേഷത ഈ ലേഖനത്തിൽ നിന്നാ. മൂന്നാമത്തെ വിശേഷത 1-ാം അധ്യായത്തിന്റെ 23 ഒന്ന് വായിച്ചേ. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെ ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് പ്രത്യാശ. അപ്പൊ സുവിശേഷത്തിന്റെ പ്രത്യാശ, സുവിശേഷത്തിന്റെ മൂന്നാമത്തെ വിശേഷത ഇത് പ്രത്യാശയുടെ മാർഗമാണ്. എല്ലായിടത്തും ഞാൻ പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുക. സുവിശേഷത്തിന്റെ വിശേഷത ഇത് പ്രത്യാശയുടെ മാർഗമാണ്. ഇത് സുവിശേഷത്തിൽ മാത്രമേ ഈ പ്രത്യാശയുള്ളൂ. എന്തുവാണ് നമ്മുടെ പ്രത്യാശ? എല്ലായിടത്തും പറയുന്ന കാര്യം ഒന്നുകൂടെ ഇതല്ലേ പറയേണ്ടത്. അത് ഒന്നുകൂടെ അങ്ങ് ഞാൻ സന്തോഷത്തോടെ പറയാം. സുവിശേഷത്തിന്റെ പ്രത്യാശ എന്താ? പ്രത്യാശ ഒത്തിരി പ്രത്യാശയുണ്ട്. 2-3 എണ്ണം പറയാം, അറിവുള്ളതാ എങ്കിലും ഓർപ്പിക്കുക. ഒന്ന്, ഇതിന്റെ പ്രത്യാശ നമ്മുടെ നേതാവ് തിരിച്ചു വരും. ഇന്ന് വരെ ഇവിടെ വന്ന ധാരാളം നേതാക്കന്മാരുണ്ട്, മിടുക്കന്മാർ. ആരും വരാന്ന് പറഞ്ഞേച്ച് പോകുന്നെന്ന് പോലും പറഞ്ഞില്ലല്ലോ. പിന്നല്ലേ വരുന്ന കാര്യം. നമ്മൾ ചോദിക്കല്ലേ, നിങ്ങളുടെ നേതാവ് മരിച്ചപ്പോൾ എന്തോ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. കണ്ണുരുട്ടി കാണിച്ചു. പിന്നെ വാ വിളിച്ചപ്പം അടുത്ത് വന്ന് ശിഷ്യൻ ഇച്ചിരി വെള്ളം ഒഴിച്ചുകൂടെ. അത് മൊത്തം ഇറങ്ങിയില്ല. ഇച്ചിരി ഇതിലേക്കൂടെ പുള്ളി എന്തോ പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നാക്കിട്ട് അനക്കുന്ന കണ്ട്. പിന്നെ എങ്ങനെയാ മരിച്ചത്? ഒറ്റ ഈക്കള്. ഇങ്ങനെ പല നേതാവും പോയത്. പക്ഷെ നമ്മുടെ നേതാവ് അങ്ങനല്ല പോയത്. ഒന്ന് വായിച്ച്, നേതാവ് എന്തുവാ പറഞ്ഞത്? 14:1 യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. പോകുന്നതിന് മുമ്പ് നമ്മുടെ നേതാവ് ഈ പ്രത്യാശ ഇതാ എന്തുവാ പറഞ്ഞത്? വായിര്. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ഇതാ നേതാവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം ഒന്നും കലങ്ങി പോകരുത്. പിന്നെ ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. നേതാവ് പറയാ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. അടുത്തത്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ, ഞാൻ പോയി അവിടെ സ്ഥലം ഒരുക്കിയിട്ട് ഞാൻ അവിടെ കുത്തിയിരിക്കുകയല്ല, പിന്നെയോ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. മതി. അപ്പോൾ ഈ സുവിശേഷത്തിന്റെ പ്രത്യാശ നമ്മുടെ നേതാവ് വീണ്ടും വരുമെന്ന് പാടാൻ വയ്യ. എന്നാലും നിങ്ങൾ അറിയാവുന്നവര് വിനോയ്ക്ക് അറിയാമോ പാട്ട്? വേഗം വരാൻ ഞാൻ വീടൊരുക്കി, വേഗം വരാൻ ഞാൻ, വേഗം വരാൻ ഞാൻ വീടൊരുക്കി. ഓ
താമസമാമോ നാദ വരാനായി പൂവാസമോർത്താൽ അയ്യോ പ്രയാസം പൂവാസമോർത്താൽ അയ്യോ പ്രയാസം താമസമാമോ വീണൊന്നൊരുങ്ങി വേഗം വരും ഞാൻ വീടൊന്നൊരുങ്ങി വേഗം വരും ഞാൻ എന്നു നീ അരുളി ചെയ്ത പോൽ വരുവാൻ എന്നു നീ അരുളി. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സുവിശേഷത്തിന്റെ പ്രത്യാശ നമ്മുടെ നായകൻ, നമ്മുടെ നേതാവ് തിരിച്ചു വരും. അത് വലിയ പ്രത്യാശയാണ്. ഒന്ന്, ഒത്തിരി ഉണ്ടെല്ലാം വിവരിക്കാൻ നേരമില്ല. നേതാവ് തിരിച്ചു വരുമെന്ന് തെളിവെന്നാ? ഒന്ന്, നേതാവ് പറഞ്ഞു ഞാൻ പോയിട്ട് വരും. രണ്ട്, ദൂതന്മാര് സാക്ഷിച്ചു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ അവിടുന്ന് വീണ്ടും തിരിച്ചു വരും. ദൂതന്മാര് പറഞ്ഞു. ദൈവത്തിന്റെ മഹത്വം. ഇതൊക്കെയാ തെളിവ്. വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാരെന്ന അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? വെള്ളവസ്ത്രം ധരിച്ച, അവൻ വെള്ളയ്ക്ക് പ്രാധാന്യം ഉള്ളത് കൊണ്ടാ വെള്ളവസ്ത്രമെന്ന് എടുത്തു പറഞ്ഞേ. അല്ലെങ്കിൽ തുണി കൊടുത്ത രണ്ട് പുരുഷന്മാരെന്ന് പറഞ്ഞാൽ പോരെ? ഏതായാലും തുണി അല്ല, ന്യായമായ കാര്യം പറ. വെള്ളയ്ക്ക് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് എടുത്ത് പരാമർശിച്ചത് വെള്ളവസ്ത്രം ധരിച്ച്. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, കളറിനൊന്നും വലിയ, വെള്ളയ്ക്കൊന്നും വലിയ പ്രാധാന്യമില്ലേ പറഞ്ഞ വസ്ത്രം ധരിച്ച് രണ്ട് പുരുഷന്മാർ, അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനല്ല പറഞ്ഞേക്കുന്നേ. എടുത്ത് പറഞ്ഞു വായിച്ചേ. ഗലീല പുരുഷന്മാരെ അല്ല, വെള്ളവസ്ത്രം ധരിച്ചെന്നുള്ളത് ചേർത്ത് വായി. ഇല്ലേ? ഉണ്ടല്ലോ. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ. മതി, തെളിഞ്ഞല്ലോ. വെള്ള വസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ. വെള്ളയ്ക്ക് പ്രാധാന്യമുണ്ട്, ഉണ്ട്. ആട്ടെ, ഞാൻ ഇപ്പൊ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. ചിലരെ സ്റ്റേജിൽ നിൽക്കുമ്പോഴേ അറിയാവുള്ളൂ ഉപദേശിയാന്ന്. അന്തേ വെച്ച് കണ്ട ഗുണ്ടയാണെന്ന്, ഒരു ഗുണ്ടയാണെന്ന് തോന്നിപ്പോകും നമുക്ക്. ഞായറാഴ്ച വരുമ്പോ അയ്യോ വാസായിരുന്നു അവിടെ, ആ ബുള്ളറ്റിലുള്ള പോക്കൊക്കെ കൊണ്ടാ ഏണ്ട വലിയ കാട്ടാകുസ്തിക്കാരൻ, വലിയ അമുട്ട് പൊട്ടി വരും പോലെ പൊട്ടോന്ന്. ബുള്ളറ്റേ പോകുന്ന പാപമാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു. ബുള്ളറ്റുള്ള ഒരു ബുള്ളറ്റേ പോക്കോ. പക്ഷെ നീ ഒരു ദൈവവൈദ്യനാണെന്ന് ഉള്ള ഒരു ചിന്ത വേണം. ഈയിടെ ഒരാൾ പിന്നെ ഒരു പേരും സ്ഥലമൊന്നും പറഞ്ഞില്ല, വണ്ടി ലൈറ്റ് ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ മുഴുവൻ ഈ സൈക്കിളഞ്ഞക്കാരുടെ ഇതുപോലെ അങ്ങ് കത്തല. അവിടെ ലൈറ്റ്, ഇവിടെ ലൈറ്റ്, അവിടെ ലൈറ്റ്. സൈക്കിളഞ്ഞാൻ തന്നെ. ആട്ടെ, നമുക്ക് വിഷയമല്ല, പോട്ടെ. അപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ. വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷത്തിന്റെ പ്രത്യാശ എന്താണെന്നറിയാമോ? ഒന്ന്, അവൻ നമ്മുടെ നേതാവ് തിരിച്ചു വരും. മാത്രമാണോ, നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും. താൻ ഇരിക്കുന്ന ഇടത്ത് നമ്മളെ, ഇതൊക്കെയാണ് നമ്മുടെ പ്രത്യാശ. പൗലോസ് അത് ഒന്നുകൂടെ ക്ലിയർ ആക്കി. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. അങ്ങനല്ലേ വായിക്ക് പെട്ടെന്ന്. 4-ാം അധ്യായത്തിന്റെ 16 മുതൽ വായിക്കും. കർത്താവ് താൻ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 16. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തത് പിന്നെ ജീവനോടെ ജയിക്കുന്ന നാം അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പൻ ആകാശങ്ങളിൽ മേഘങ്ങളിൽ എടുക്കപ്പെടും. അടുത്ത വാക്യം. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇതാണ് നമ്മുടെ പ്രത്യാശ.
അല്ലാതെ നേതാവ് ഒരു പ്രത്യേക സ്ഥലത്തിരിക്കുക നമ്മളെ എല്ലാം വേറെ എവിടെയെങ്കിലും കൊണ്ട് കിടങ്ങനകത്ത് തള്ളുകയല്ല. കർത്താവിനോട് കൂടെ അവനെ താൻ ഇരിക്കുന്നത് പോലെ നാം കാണുന്നതാകൊണ്ട് അവനോട് സദൃശൻ. ഇതൊക്കെയാണ് നമ്മുടെ പ്രത്യാശ. അപ്പൊ ഒന്ന്, നേതാവ് തിരിച്ചു വരും. സത്യമായനിലും നിത്യപിതാവിലും, സത്യമായനിലും നിത്യപിതാവിലും, സത്യമായി വിശ്വസിപ്പിൻ സന്തതവും നിങ്ങൾ, സത്യമായി വിശ്വസിപ്പിൻ സന്തതവും നിങ്ങൾ. ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, പോയി വരും ഞാൻ, പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. എൻ പിതാവിൻറികെ, എൻ പിതാവിൻറികെ, എൻ പിതാവിൻറികെ ഇൻപമേഴും പല, എൻ പിതാവിൻറികെ ഇൻപമേഴും പല സമൃദ്ധ പാപനങ്ങൾ ഉണ്ടതിനാൽ, സമൃദ്ധ പാപനങ്ങൾ ഉണ്ടതിനാൽ ഇനി ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, പോയി വരും ഞാൻ, പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. അപ്പൊ സുവിശേഷത്തിന്റെ പ്രത്യാശ ഇന്നലെ ഞാൻ ഓർപ്പിച്ചു. എന്തുവാ സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുക. ഇന്നലെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുക. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും അതന്നെ ഇപ്പൊ പിന്നെയും പറയുന്നത്. അതിനൊക്കെ കാരണമുണ്ട്, ഒന്നുകൂടെ ഓർപ്പിക്കുക. എന്താണ് സുവിശേഷം? സുവിശേഷം മതം മാറ്റമല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറ്റുകയല്ല, നാട്ടുകാരുടെ ധൈര്യം കെടുത്തുകയല്ല, മതസ്പർദ്ധ വർദ്ധിപ്പിക്കുന്നതല്ല, മനുഷ്യനെ കുത്തിക്കൊല്ലുവാനും അന്യോന്യം ഉപദ്രവിക്കുവാനും പ്രേരണ കൊടുക്കുന്നതല്ല. പിന്നെ എന്തുവാ സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ആൾക്കാരും ഇത് കേൾക്കണം. സകല സൃഷ്ടികളും സകല ജാതികളും സുവിശേഷം കേൾക്കണം. എന്താ സുവിശേഷം കേട്ടാലുള്ള വിശേഷത? അതാ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ആമേൻ, സുവിശേഷം ഇത് സത്യവചനമാ. ആകാശവും ഭൂമിയൊക്കെ മാറിപ്പോയാലും ദൈവത്തിന്റെ വചനത്തിന്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റം വരികയല്ല. മാത്രമാണോ സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത? സുവിശേഷം കേട്ടാൽ ഫലം പുറപ്പെടുവിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കണം, മറ്റുള്ളവരെ ബഹുമാനിക്കണം, മറ്റുള്ളവരെ ആദരിക്കണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം. ഇതൊക്കെ ഈ സ്നേഹം വർദ്ധിച്ചു വരണം, സ്നേഹം വർദ്ധിക്കണം. അപ്പൊ സുവിശേഷം ആമേൻ ഫലം പുറപ്പെടുവിക്കുന്നതാ. മൂന്ന്, സുവിശേഷത്തിന്റെ വിശേഷത ഇത് പ്രത്യാശ തരുന്ന മാർഗമാ. സുവിശേഷം പ്രത്യാശ തരുന്നതാ. ദൈവത്തിന്റെ മഹത്വം. എന്താ നമ്മുടെ പ്രത്യാശ? അതാ ഇപ്പൊ ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ നേതാവ് തിരിച്ചു വരും. ഒരു നേതാവും പറഞ്ഞിട്ടില്ല ഞാൻ പോയേച്ച് തിരിച്ചു വരാമെന്ന്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മൺമറഞ്ഞ മഹാത്മജി, അവൻ ഇന്ത്യക്ക് വേണ്ടി വളരെ അധ്വാനിച്ച, വളരെ പ്രവർത്തിച്ച ശ്രേഷ്ഠനായ മനുഷ്യൻ. ഒരു ഒറ്റമുണ്ടും ഉടുത്ത് ഒരു ശരണാന്തലും ഒരു വടിയുമൊക്കെ പിടിച്ച് ആയുധമെടുക്കാതെ ബ്രിട്ടീഷുകാരോട് വടപരുതി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം തരുവാൻ അഹോരാത്രം പ്രവർത്തിച്ച ശ്രേഷ്ഠനായ മനുഷ്യൻ മഹാത്മജി. അദ്ദേഹം മരിച്ചു. നമുക്കറിയാം, ചരമദിനമൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്. എന്നാൽ ആ മനുഷ്യൻ പറഞ്ഞില്ല ഞാൻ പോയച്ച് തിരിച്ചു വരാന്ന്. എന്നാൽ യേശു പറഞ്ഞു ഞാൻ പോയച്ച് വരാന്ന്. അടുത്ത കാലത്തല്ലയോ ലോകം കണ്ടതിലെ അവൻ വലിയ പ്രഗത്ഭനായ ആളായിരുന്നു EMS നമ്പൂതിരിപ്പാട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ആളായ ശങ്കരൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹം മരിച്ചു. വരാനൊന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഈ NSSന്റെ സ്ഥാപകനാണല്ലോ മന്നത്ത് പത്മനാഭൻ അവർകൾ. അവൻ മരിച്ചു, തിരിച്ചു വരാന്ന് പറഞ്ഞിട്ടില്ല.
ശ്രീമാനായ അയ്യങ്കാളി മരിച്ചു തിരിച്ചു വരാന്ന് പറഞ്ഞിട്ടില്ല. വൈകുണ്ഠസ്വാമി മരിച്ചു തിരിച്ചു വരാന്ന് പറഞ്ഞിട്ടില്ല. ചട്ടമ്പി സ്വാമി മരിച്ചു തിരിച്ചു വരാന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ മരിച്ചു എത്രയോ പേര്. എല്ലാവരുടെയും പേരുകൾ പറയുവാൻ ഇപ്പൊ സമയമെടുക്കുന്നില്ല. മന്ത്രി ശ്രേഷ്ഠന്മാര്, മുഖ്യമന്ത്രിമാര്, പ്രധാനമന്ത്രിമാര്, രാഷ്ട്രപതിമാര്, ഉന്നതന്മാരൊക്കെ മരിച്ചു. അവരെല്ലാം മൺമറഞ്ഞു. ഒരു കുഞ്ഞുങ്ങൾ പോലും തിരിച്ചു വരാന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ തിരിച്ചു വരാമെന്ന് പറഞ്ഞ ഒരേ ഒരു നേതാവേ ഉള്ളൂ. അത് നസറയനാകുന്ന യേശുക്രിസ്തു. ദൈവത്തിന് മഹത്വം. ഇത് പറഞ്ഞിട്ട് ഒരു പ്രത്യാശയിൽ ഇരിക്കുന്ന കണ്ടോ? ചിലരുടെ ഇരിപ്പാണ്. താൻ എന്തായാലും പറഞ്ഞു വെച്ച് പോയി, ഞങ്ങൾക്ക് മുമ്പേ പറഞ്ഞതുപോലെ ഊണം കഴിച്ചു വെച്ച് വേണേ പൊട്ടങ്കണ യേശു തിരിച്ചു വരുമെന്നായി പറഞ്ഞേ. മറ്റുള്ളവർ വിശ്വസിച്ചില്ലെങ്കിൽ നീയെങ്കിലും അങ്ങ് വിശ്വസിക്കേ. ദൈവത്തിന് മഹത്വം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അപ്പൊ യേശു തിരിച്ചു വരിക എന്തിനാണെന്നറിയാമോ? തിരുസഭയെ ചേർക്കാൻ. കൈവിടപ്പെട്ടു പോകരുത്. ഭീകരമായ ഒരു ദിവസം വരും. ആമേൻ. ആ ദിവസത്തിൽ നഷ്ടപ്പെട്ടു പോകരുത്, കൈവിടപ്പെട്ടു പോകരുത്. ഒരു പാട്ടിങ്ങനെ ഉണ്ട്, ഘോരമായൊരു നാളുണ്ട് ഭീകരം അത് വന്നിടും, ഘോരമായൊരു നാളുണ്ട് ഭീകരം അത് ആരവിടെ നിൽക്കും ദുഷ്ടൻ വേരുകൊമ്പോടെരിയുമ്പോൾ, ആരവിടെ നിൽക്കും ദുഷ്ടൻ വേരുകൊമ്പോടെരിയുമ്പോൾ, ദൈവക്രോധത്തിൽ നീയും വെന്തരിഞ്ഞു ചാകരുത്, നിത്യതീയിൽ വീഴരുത്, ഇന്നു തന്നെ രക്ഷ നേടുക, ഇന്നു തന്നെ രക്ഷ നേടുക. ഇന്ന് രാത്രി സുപ്രധാന കാലമാ, ഇത് രക്ഷാ ദിവസമാ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതിന് 5 പൈസ കൊടുക്കണ്ട, അര കാശ് മുടക്കണ്ട, മൈലും നടക്കണ്ട. മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് കൊണ്ടുപോവാ കൊണ്ടുപോവാ കൊണ്ടുപോവാന്നാ. എന്നാൽ യേശു ഇത് മതമല്ല കേട്ടോ. ഇത് എന്തുവാ സുവിശേഷ യോഗമല്ലേ? ഗോസ്പല്. അതാ സുവിശേഷമാ. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. ഗോസ്പൽ എന്നല്ലേ അല്ലേ? എഴുതിയവർക്ക് തന്നെ കിട്ടാവില്ല. ഗോസ്പൽ എന്നല്ലേ? അതാ അത് തന്നെ ഞാനും പറയുന്നത്. സുവിശേഷ യോഗം. ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞാൽ ഇത് മതത്തിന്റെ യോഗമല്ല, ഇത് സുവിശേഷ യോഗമാണ്. എന്ന് പറഞ്ഞാൽ ഏത് വ്യക്തിക്കും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. അതുകൊണ്ടാണ് എനിക്ക് ഈ മാർഗത്തിൽ വന്ന് ഇത് വരാനിടയായത്. എനിക്കും വരാനിടയായത് യേശു മുടിലോകത്തിൻ്റെയും ദൈവമാണ്. ഇത് മതയോഗമല്ല, മതപ്രസംഗവുമല്ല. അങ്ങനല്ല, ഇത് മതപ്രസംഗമല്ല, ഗോസ്പല. ഗോസ്പൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയാ സുവിശേഷം. സകല മനുഷ്യനും രക്ഷപ്പെടാൻ. 5 പൈസ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട. മതങ്ങളെല്ലാം പഠിപ്പിക്കുന്ന കൊണ്ടുപോകാ കൊണ്ടുപോകും. മനുഷ്യനെല്ലാം ഓടി തുടങ്ങി. എന്നോട് ഈ ഒരാൾ വന്ന് പറഞ്ഞു, അച്ഛാ ഇച്ചിരി പൈസ വേണം. ഞാൻ ചോദിച്ചു എന്തിനാടാ? ഇന്ന സാധനം മേടിക്കാനാ. എന്തിനാ? ഞാൻ ചോദിച്ചു എന്തിനാ? അതൊക്കെ വേണം. ആരാ എന്തുവാണൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ഈ മതങ്ങളെല്ലാം, എല്ലാ മതവും, നിങ്ങൾ ലോകത്തിലുള്ള സകല മതവും എടുത്ത് കൊണ്ടുപോകാ കൊണ്ടുപോകാ കൊണ്ടുപോകാനാ പഠിപ്പിക്കുന്നത്. എന്നാൽ യേശു പഠിപ്പിക്കുന്ന ഒന്നും വേണ്ട. 5 പൈസ വേണ്ട, അര കാശ് വേണ്ട, അര മൈൽ നടക്കണ്ട, ഒന്നും വേണ്ട. നീ ഇരിക്കുന്ന കിടത്തിരുന്ന്, കേൾക്കുന്ന കിടത്തിരുന്ന് ഒരൊറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി. എന്റെ ദൈവമേ, എന്റെ കയ്യിൽ തരാനൊന്നുമില്ല, പക്ഷെ ഇന്ന് രാത്രി എന്നെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുക. എന്നെ രക്ഷിക്കണമെന്ന് ഈ രാത്രി ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. ഞാൻ ഓടിച്ചു നിർത്താം. എപ്പോഴാണ് നിർത്താൻ? സമയം എന്തുവായി? 9:30. ഇപ്പം നിർത്താം. നിർത്തണ്ട്. പിന്നെ ഇപ്പം നിർത്തിയേക്കാം. ദൈവത്തിന് മകത്ത് നമുക്ക് ഒക്കുന്നെങ്കിൽ ഇനിയും ദൈവം അനുവദിച്ച കർത്താവ് ആയുസ് വരെ തന്നാൽ പിന്നെ കൂടാ. പിന്നെ എനിക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളൊക്കെ അവിടെ ആരോ വന്നിട്ടുണ്ട്. അവരിവിടെ വന്ന് ഒരു പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. പിന്നെ അതിലെയോ നമ്മുടെ തൊഴിൽ. ദൈവത്തിന് മഹത്വം. ഇനി അതാ ഇങ്ങോട്ട് നോക്കാം. അവരിവിടെ വരും. അവരിവിടെ വന്നേച്ചേ പോവുള്ളൂ. പിന്നെ ഇപ്പം ഇത് ഒന്ന് കേൾക്കട്ടെ. ഇത് കേൾക്കുന്നത് അവർക്കും അനുഗ്രഹമാണ്. അവരോടും എവരോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് യേശുക്രിസ്തുവായ ഏകരക്ഷകൻ. യേശുക്രിസ്തു രക്ഷിക്കും. യേശുക്രിസ്തു അവൻ വിടുവിക്കും. ഇത് തന്നെ പറയാനുള്ളത്. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ഈ സുവിശേഷത്തിന്റെ വിശേഷത അത് പറഞ്ഞങ്ങ് നിർത്താം. 1, സുവിശേഷത്തിന്റെ വിശേഷത കൊലോസ്യ ലേഖനത്തിൽ ഇത് സത്യവചനമാണ്, ഒരു മാറ്റവുമില്ല. 2, ഈ സുവിശേഷം കേട്ടാൽ ഫലം പുറപ്പെടുവിക്കും. 3, സുവിശേഷത്തിന്റെ വിശേഷത ഇത് പ്രത്യാശ തരുന്ന മാർഗമാണ്. എന്തുവാ പ്രത്യാശ? അത് പറയാം. നമ്മളെ വിട്ട് മണ്ണ് പറഞ്ഞവര് ഒരു ദിവസം ഉയർത്തു വരും. അതാ പ്രത്യാശ. ഉയർത്തു വരുന്നത് എങ്ങനെയാ? പട്ടിയായിട്ടും പൂച്ചയായിട്ടും ഒന്നുമല്ല.
ഒരിക്കലൊരു വീട്ടിൽ മരണ വീട് കഴിഞ്ഞപ്പോൾ ഇരുന്നപ്പോൾ ഒരു തള്ള പറഞ്ഞു, ആണ്ടടാ അച്ചായം പോകുന്നെന്ന്. നോക്കിയപ്പോ എന്നെ പട്ടി പോവുക. ഈ പട്ടുതള്ള പറയും, അച്ചായനാന്നോടാ പട്ടിയായിട്ട് പോകുന്നേ. അയ്യോ പട്ടിയായിട്ടും പൂച്ച മ്യാവൂ അമ്മയാന്ന്. പിന്നെ എന്താ അത്യാവശ്യം വന്നറിഞ്ഞില്ലേ? ഈ വെടല വർത്താനം പറയാതെ അമ്മ മരിച്ചപ്പോ അനിയത്തിയും ചേട്ടത്തിയും 2 ദിവസം കഴിഞ്ഞപ്പോ അടുക്കളയെ പെരുമാറുക. ഉടനെ അനിയത്തി പറഞ്ഞു, കുഞ്ഞനാമ്മേ വാടി. എന്നെ അണ്ടടി അമ്മ ഇരിക്കുന്നെന്ന്. വാഴത്തണ്ടേ കാക്ക വന്ന് അടുക്കളയിലോട്ട് നോക്കിയിരുന്നപ്പോ കാക്ക നോക്കിയിരുന്ന അടുക്കളയിൽ ഏതാണ്ട് പെരുമാറുക. വല്ലതും കിട്ടുമെന്ന് ഓർത്ത് കണ്ണു വെട്ടിയ കാക്ക, അതിനാ കാക്ക വന്നു. ഇവള് പറയും അമ്മ അണ്ടടി ഇരിക്കുന്നെന്ന്. ഈ തള്ളയാന്നെ വെള്ളം കുടിക്കാറ് എത്രയോ നാള് കിടന്നേച്ചാ ഇവിടുന്ന്. ഞാനൊരിക്കൽ കാണാൻ ഞമ്മ തള്ള പറഞ്ഞ ഭാഷയെ പ്രാർത്ഥിച്ചിട്ട് എങ്ങനെയും പെട്ടെന്ന് എനിക്ക്, അന്നേരം ഇവള് പറയാം ആണ്ട വന്നിരിക്കുന്നത് വാഴത്തണ്ടേ. എന്ത് അത്യാവശ്യമാണെന്നറിഞ്ഞില്ലേ? ഈ വെടല വർത്താനം പറയാതിരിക്കണ്ടേ? പട്ടിയായിട്ടും വരത്തില്ല, പൂച്ചയായിട്ടും. പണ്ട് ഒരു ഉപദേശി പറഞ്ഞത്, ഞാൻ കടമെടുക്കുക കേട്ടോ, എന്റേതല്ല, ഞാൻ കടമെടുക്കുക കേട്ടോ. ഓടിപ്പോയപ്പോ തള്ള പാടി എന്നാ പറഞ്ഞത്, 2 കാലുള്ളവനായി പോയേ ഇപ്പോൾ 4 കാലുള്ളവനായി വന്നേ. അച്ചായം പോയപ്പോ 2 കാലേലാ പോയത്. കാലുമെല്ലാം കൂട്ടിക്കെട്ടി 2 കാലം ഉണ്ടായിരുന്നുള്ളു. അപ്പൊ പട്ടി വന്നപ്പോഴേ 2 കാലുള്ളവനായി എന്റേതല്ലേ കടമെടുക്കുക അന്നേ. 2 കാലുള്ളവനായി പോയേ ഇപ്പോൾ 4 കാലുള്ളവനായി വന്നേ. വാലില്ലാത്തവനായി പോയേ ഇപ്പൊ വാലും കിളിച്ചോണ്ട് വന്നേ. അപ്പൊ ഇവിടുന്ന് പോയപ്പോ വാലില്ലായിരുന്നു, ഇപ്പം കുഞ്ഞുവാലുമായിട്ടായി വന്നേരുന്നു. അടുത്ത വരിക, വട്ടമുഖത്തോടെ പോയേ ഇപ്പോൾ നീണ്ട മുങ്ങിയായി. പട്ടിയുടെ മുഖം ഇച്ചിരി കൂർത്തല്ലയോ? അവളെ നോക്കിയപ്പോ പട്ടി അതാ. പാട്ട് കേസൊക്കെ എന്നെ ചെയ്യാനാ. അപ്പൊ ഒരു കാര്യം ഇന്ന് രാത്രി പറയാ, നമ്മുടെ പ്രത്യാശ എന്താണെന്നറിയാമോ? നമ്മെ വിട്ട് മൺമറഞ്ഞ വിശുദ്ധന്മാർ ഒരു ദിവസം ഉയർത്തു വരും. എങ്ങനെ? പുത്തൻ ശരീരത്തോട്. അതുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാം, അതോടെ പറയാം. അതൊക്കെ ഞാൻ മരണ വീടുകൾ പറയുന്ന കാര്യമാണ്. ഈ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. മനസ്സിലായോ? അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അടുത്ത് ചെന്ന് കവളത്ത് ഉമ്മ കൊടുത്താൽ മനസ്സിലാകും മകനാ, മരുമകളാ, മോളാ, അല്ലെ അനിയത്തിയാ, ചേട്ടത്തിയാ, ഉമ്മ നന്നെന്ന് അവർക്കും പിടികിട്ടും. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അടുത്തും ചെല്ലത്തില്ല, മിണ്ടുകയില്ല, മൃങ്ങലിക്കുകയില്ല. എന്നിട്ട് ചത്ത് വടിക്കമ്പ് പോലെ തണുത്ത് ഉറഞ്ഞു കിടക്കുമ്പോ അങ്ങ് ഡെഡ് ബോഡി എടുക്കാൻ നേരത്ത് എല്ലാം ഉമ്മക്കാരാ. ഉമ്മ വെക്കാൻ അങ്ങ് ലൈനായിട്ട് നിൽക്കുക. ഉമ്മ വെക്കാൻ ഉമ്മ വെക്കുമ്പോൾ നോക്കും വീഡിയോ വെക്കുന്നുണ്ടോന്ന്. എന്തിനാ ഇതൊക്കെ കാണിക്കുന്നത്? ഒരിക്കൽ ഒരാൾ ഉമ്മ വെക്കാൻ വന്നപ്പോ ഞാനൊന്ന് നോക്കി, അവൻ വെച്ചില്ല, പോയി. കാരണം ഇവൻ ജീവിച്ചിരുന്നപ്പോ ഈ തന്തയ്ക്ക് വെള്ളം കൊടുത്തവനല്ല. എന്നുവെച്ചാൽ അവൻ ഉളുത്തി വരിക അപ്പന് ഉമ്മ കൊടുക്കാൻ. ഞാൻ അവനെ ഒന്ന് നോക്കി, സ്റ്റേജിൽ ഞാൻ ഇരിപ്പുണ്ടായിരുന്നു. ഉമ്മ കൊടുത്തിരുന്ന പിന്നെ പ്രസംഗം എനിക്ക് അങ്ങനെ ഞാൻ ശരിയാക്കിയാനും. എടാ, ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോ ചെയ്യണം. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അരി കൊണ്ട് കൊടുത്താൽ കഞ്ഞി വെച്ച് കുടിക്കും. മുള കുടച്ചതാന്നേലും പ്ലാവല കോരി കുടിക്കും. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ഉരി അരിക്ക് ഉപകാരമില്ലാത്ത നീ അപ്പനും അമ്മയും ചത്ത് കഴിയുമ്പോൾ നാട്ടുകാർക്കെല്ലാം മണ്ണും പഴവും എന്നുവെച്ച് പറയാ പപ്സൂടെ അതിനകത്ത് വെച്ചോളാൻ. ഹലോ, അത് എല്ലാം ചെമിത്തേരിയുടെ ഇവിടെ കവറ്. ഇന്നാളെ ഞാൻ കണ്ടു ഒരു തള്ള 5-6 കവർ എടുത്തുകൊണ്ട് പോകുന്നു. ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ. അയ്യോ, അങ്ങനത്തെ ചില ഒന്നും പറയുന്നില്ല. ഞാൻ സെമിത്തേരിയിൽ നിന്ന് വന്നപ്പോ ഈ കാറിനകത്ത് 5-6 കവർ. ഞാൻ ചോദിച്ചാൽ എന്തോ ചുമ്മാ കിട്ടുന്നതല്ലയോ? ചുമ്മാ ഇങ്ങനെ പരവീടെ അടിച്ച് ജീവിക്കരുത്. വെറുതെ വല്ലതും കിട്ടുമെന്ന് ഓർത്ത് അങ്ങനെ ജീവിക്കരുത്. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോ നാടി അരി കൊടുക്കേ, അവര് കഞ്ഞി വെച്ച് കുടിക്കുകയല്ലേ. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോ വെള്ളം കൊടുക്കാത്ത നീ ചത്ത് കഴിയുമ്പോ നാട്ടുകാർക്കെല്ലാം 6-ന്റെ അന്ന് 7-ന്റെ അന്ന് പിന്നെ ഉണ്ടല്ലോ ചടങ്ങ് 40, പിന്നെ ആണ്ടോടാണ്ടൊക്കെ എന്തിനാടാ ഈ വിടലത്തരമൊക്കെ കാണിക്കുന്നേ? ഒരു പ്രയോജനവും ഇല്ല. ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോ ചെയ്യണം. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അമ്മയ്ക്കൊരു തോർത്ത് കൊടുത്താൽ അമ്മ മാറുമറയ്ക്കും. അപ്പന് കൊടുത്താൽ അപ്പൻ നമ്മുടെ രീതി അനുസരിച്ച് തലയെ കെട്ടുകയോ തോളലിടുകയോ ചെയ്യും. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോ തൂവാലിക്ക് പോലും ഉപകാരമില്ലാത്ത നീയെ ചത്ത് കഴിയുമ്പോ കൊണ്ടിടുക കോടി, ഹിന്ദുക്കൾ കോടി, ചുമന്നത് പട്ട്. ഞാൻ ഈയിടെ എൻ്റെ വല്യമ്മച്ചി മരിച്ചു. ഞങ്ങളെല്ലാം ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ വന്നത്. അപ്പം മരിച്ചു, 108 വയസ്സുണ്ട്. മരിച്ചപ്പോൾ എൻ്റെ അപ്പൻ്റെ ഒരു പെങ്ങൾ വന്ന് ചോദിച്ചു, എടാ കോടി ഇടാവും. ഞാൻ പറഞ്ഞു, ഒരു സാധനം ഇട്ടേക്കരുത്, ഒക്കെ ജീവിച്ചിരിക്കുമ്പം കൊണ്ട് കൊടുത്തോണം. മരിച്ചു കഴിഞ്ഞ് ഈ തള്ള അറിയുന്നുണ്ടോ എന്താ അഞ്ചത്തെട്ടെന്ന്? ഇത് ജീവിച്ചിരിക്കുമ്പോൾ കൊണ്ട് കൊടുക്കാറുണ്ട്. അവര് അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗിച്ചേനെ. ഹിന്ദുക്കൾ കോടി ഇടുന്ന പട്ട്, ഹൈന്ദവര് അങ്ങനെ ചെയ്യും. ക്രിസ്ത്യാനികള് കുരിശുമൊക്കെ വരച്ച എന്തോ അതിന് ശോശപ്പയോ? ശോശപ്പ, ഈശപ്പ, ഉമ്മ മനുഷ്യനെ മെനക്കെടുത്താൻ. പെന്തിക്കോസുകാർ വെള്ളത്തുണി,
നമുക്ക് വെള്ള തുണി. ജീവിച്ചിരിക്കുമ്പോൾ ഒരു തൂവാലയ്ക്ക് പോലും ഉപകാരമില്ലാത്ത നീയാ. മനസ്സിലായോ? ഒന്നും ചെയ്തിട്ട് ഒരു പ്രയോജനവുമില്ല. മാന്യമായിട്ട് സംസ്കരിക്കുക എന്നുള്ളതേ ഉള്ളു. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം. ജീവിച്ചിരിക്കുമ്പോൾ അലോഗ്യം ഉണ്ടാക്കരുത്, വഴക്കുണ്ടാക്കരുത്, പിണങ്ങരുത്, തമ്മിൽ അലോഗ്യം ഉണ്ടാക്കരുത്, വീട്ടിൽ സ്വൈര്യക്കേട് ഉണ്ടാക്കരുത്, അയലത്തുകാരോട് പിണങ്ങരുത്, സമൂഹത്തെ സ്നേഹിക്കണം, നാട്ടുകാരെ സ്നേഹിക്കണം, നമ്മളെക്കാൾ മറ്റുള്ളവരെ ബഹുമാനിക്കണം. ഒരു ഭിക്ഷക്കാരൻ വന്നാൽ അവന് ഭക്ഷണം കൊടുക്കണം. മനസ്സിലായോ? ഇത് ഭിക്ഷക്കാർക്ക് പോലും ഒരു തുള്ളി വെള്ളം കൊടുക്കുകയല്ല. ഇവിടെ വലിയ കുഴപ്പമില്ല. അവിടോട്ടൊക്കെ തിരുവല്ല, കോഴഞ്ചേരി, പുല്ലാട്, നെല്ലാട്, കൊല്ലാട്, റാന്നി, കോന്നി, പത്തനംതിട്ടയൊക്കെ ചെന്നാൽ എല്ലാവരുടെയും കാര്യമല്ല. ചിലര് ഭയങ്കരം വീടുമൊക്കെ പണിത, ഗേറ്റുമൊക്കെ കെട്ടി, ആമത്താഴുമൊക്കെ ഇട്ടുപൂട്ടി, വാല് മുറിച്ച 2 പട്ടി, എന്താ വെച്ചാൽ ചില്ലെല്ലാം കറുത്ത ഗ്ലാസാ. പിച്ചക്കാരൻ പോലും കയറുക. എന്നിട്ട് ഇങ്ങേ വശത്ത് എഴുതി വെച്ചിരിക്കുക പെന്തിക്കോസുകാർ ചിലരെ, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ എന്തിന് പുറത്ത് നിൽക്കുന്നു, അകത്ത് വരിക. ഏതാ ഉൽപ്പത്തിയിലെ വാക്യമാണ്. എന്നിട്ട് ഗേറ്റിന്റെ അവിടെ വലിയ അക്ഷരത്തിൽ പട്ടിയുണ്ട് സൂക്ഷിക്കാൻ. എന്തിനാണ് വെടിവെക്കുകയും തല്ലിക്കൊല്ലുകയും ചെയ്യുന്നത്? ഒരു പിച്ചക്കാരന് പോലും 10 പൈസ കൊടുക്കാത്ത എരണം കെട്ടതൊക്കെ ഉണ്ടെന്ന്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ യോജിച്ചാൽ ചുമ്മാ കിടന്ന് മേപ്പോട്ടിങ്ങിപ്പോണ്ട് ചാടിയിട്ടോ മറുഭാഷ പറയരുതെന്നല്ല പറഞ്ഞിട്ടോ ഈ പൊത്ത കൊടുത്തോണ്ട് വെളുപ്പിന് വേട്ടപ്പട്ടി ഓടുമ്പോഴല്ല ഹോളിലോട്ട് ഓടുന്നത്. പൊക്കോ, ഞാൻ കുഴപ്പമൊന്നും പറയുന്നില്ല. പക്ഷേ ജീവിച്ചിരിക്കുമ്പോ ഇതൊക്കെ ചെയ്യണം. മനസ്സിലായോ? മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യണം. വിശേഷിച്ച് ഇപ്പം പ്രായമുള്ളവരൊക്കെ ഒന്നും ബഹുമാനിക്കുകയല്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, പണ്ട് പ്രായമുള്ള അപ്പൻ തിണ്ണയിലിരുന്നാൽ പെമ്പിള്ളാർ അകത്തിൽ നിന്ന് വന്ന അമ്മച്ചിമാര് പറയും, ഇടി ഇച്ചാൻ അവിടെ ഇരിക്കുന്ന അപ്പുറത്തെ കൂടെ പോകാൻ പറയും. അങ്ങനൊരു കാലം ഇല്ല വെച്ചാ. ഉറങ്ങുക. പണ്ടേ അപ്പൻ ഭൂമുഖത്ത് വാതിക്കലിരുന്ന കൊച്ചു പെമ്പിള്ളാർ അകത്തിൽ നിന്ന് വന്നാൽ അമ്മമാര് പറയും, ഇടി ഇച്ചാൻ അവിടെ ഇരിക്കുന്ന അപ്പുറത്തെ കൂടെ പോകാൻ പറയും. അങ്ങനൊരു കാലമുണ്ട്, ബഹുമാനമാണ്. ഇപ്പോഴോ? ഇപ്പൊ ഇച്ചാനാന്ന് പറഞ്ഞ് വാതിക്കൽ നമ്മൾ ഒറ്റ അടിക്ക് നിന്നെ കനാലിക്കളി. കാരണം അതൊക്കെ വാട്സപ്പിനകത്തൂടെ വന്നോടിക്കുന്നത് ഓരോ സാധനം. നീ അത് ഇച്ചാനം പറഞ്ഞ ഒറ്റ അടിക്ക് നിന്നെ കാലുമടക്കി അടിച്ച് കനാലിക്കളി. നിനക്ക് കനാലിൽ നിന്ന് കയറാൻ നേരം കാണുകയല്ല. ബഹുമാനിക്കുന്നില്ലെന്ന്. ബഹുമാനമൊക്കെ പോയി. പ്രായമുള്ളവരെ ബഹുമാനിക്കണം, മൂത്തവരെ ആദരിക്കണം, മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണണം. ദൈവത്തിന് മഹത്വം. ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. അതിനായി യോഗം അതിനാ. ഇത് നമ്മൾ പറയുന്നതെല്ലാം ഗുണദോഷങ്ങളാണ്. അന്നേരം ഒരു വട്ടതള്ള പറയാം മതം മാറ്റമാണ്. തള്ളക്ക് വട്ട. ഇത് മതം മാറ്റമല്ല, ഇപ്പൊ തന്നെ ഗുണദോഷമല്ലേ പറഞ്ഞു കൊടുക്കുന്നേ. നന്നായിട്ട് ജീവിക്കണം, മറ്റുള്ളവരെയും ആദരിക്കണം. ദൈവ സ്നേഹമാ. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നീ എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നേ? എങ്ങനെ സ്നേഹിക്കും? അതുകൊണ്ട് സ്നേഹമാണ് ഏറ്റവും വലുത്. സുവിശേഷത്തിന്റെ വിശേഷത 2-3 കാര്യത്തോടെ പറഞ്ഞ് നിർത്തുക. അപ്പം സമയമാകും. മറ്റുള്ളവർക്ക് പിന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് യുക്തമായിട്ട് ചെയ്താട്ടെ. ദൈവത്തിന് മഹത്വം. സുവിശേഷത്തിന്റെ 4ാമത്തെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ സുവിശേഷം നിന്നെ രക്ഷിക്കും, ഇത് രക്ഷയ്ക്കായി ദൈവശക്തി. അപ്പോൾ സുവിശേഷത്തിന്റെ 4ാമത്തെ വിശേഷത ഇത് സകല മനുഷ്യനെ രക്ഷിക്കുന്ന മാർഗമാ. നീ ഹൈന്ദവനോ ബുദ്ധനോ ജൈനനോ പാഴ്സിയോ അവൻ ക്രൈസ്തവനോ അക്രൈസ്തവനോ നിരീശ്വരവാദിയോ മുസൽമാനോ ആരുമാകട്ടെ, ജാതി മതവും മാർഗമൊക്കെ മനുഷ്യനുണ്ടാക്കി വെച്ച വിലകൃതിയാ. വേറെ പുസ്തകം പഠിപ്പിക്കുന്നതിൽ ഓർപ്പിച്ചല്ലോ, സകല മനുഷ്യന് ഒറ്റയൊരുത്തന്റെ സന്തതിപ്പെട്ടതാ. അതുകൊണ്ട് ജാതിയുടെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞ്, വർഗത്തിന്റെ പേര് പറഞ്ഞു, വർണ്ണത്തിന്റെ പേര് പറഞ്ഞ് ഇവിടെ ആലോക്യം ഉണ്ടാക്കരുത്, പ്രശ്നമുണ്ടാക്കരുത്. ഈ സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നത് സകല മനുഷ്യനും ഒറ്റയൊരുത്തന്റെ സന്തതിയാ. ഞാൻ ഇച്ചിരി കൂടുതൽ അവൻ കുറഞ്ഞത് അതൊന്നും നമുക്ക് പാടില്ല. വേറെ പുസ്തകം പഠിപ്പിക്കുന്നത് മുഖപക്ഷം പാടില്ല. മുഖപക്ഷം കാണിച്ചാലോ അത് പാപമാ. 7ാം കൽപ്പന മാത്രമല്ല പാപം, മുഖപക്ഷം കാണിച്ചാൽ പാപമാ. അപ്പൊ അതുകൊണ്ട് സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാ. 5 സുവിശേഷത്തിന്റെ 5ാമത്തെ വിശേഷത എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-15 വാക്യം വേഗത്തിൽ വായിച്ചു നിർത്തുക. വായിച്ചോ, പെട്ടെന്ന് വായിര്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-15 പെട്ടെന്ന്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായി. സുവിശേഷം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. ഒരു കാലത്ത് ഈ മൈക്ക് അങ്ങോട്ട് കൊടുത്താൽ പലരും ഇവിടെ വന്ന് പറയും. ഒരു കാലത്ത് സമാധാനമില്ലാതെ മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമപ്പെട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും ദേശക്കാർക്കും സ്വൈര്യക്കേട് വരുന്ന
ഭീഷണിപ്പെടുത്തി അയ്യോ അനേകര് ഞാൻ നശിച്ചു പോയാൽ കൊള്ളാന്ന് ആമൻ പ്രാഗിയവരും ഉപദ്രവിച്ചവര് വരെയുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ നാട്ടുകാർക്കും വീട്ടുകാർക്കും സ്വസ്ഥത കെടുത്തിയ എനിക്ക് ഒരു ദിവസം യേശുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചു. ഇപ്പോൾ എനിക്ക് സമാധാനമുണ്ട്. സുവിശേഷം സമാധാനം തരും കേട്ടോ. ഇത് പോലീസിന്റെ ലാത്തി കൊണ്ട് കിട്ടുന്നതല്ല. ഇത് തത്വജ്ഞാനമോ തത്വസംഹിതകളോ പ്രത്യേക ശാസ്ത്രങ്ങൾ കൊണ്ട് കിട്ടുന്നതല്ല. ഇതൊരു മതത്തിൽ നിന്നും കിട്ടുന്നതല്ല. ഞാൻ ഓർപ്പിച്ചു, ഇത് മതമല്ല, ഇത് സുവിശേഷമാണ്. സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. ഇന്ന് രാത്രി സമാധാനമില്ലാതെ ആരെങ്കിലും, ഞാൻ ഒത്തിരി ഈ കടകളിലൊക്കെ കയറിയിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റും പിന്നെ ഇപ്പോൾ ഉണ്ടല്ലോ ഹൈപ്പർ മാർക്കറ്റ് ഇല്ലയോ, ഇന്ന് വരെ ഒറ്റ മാർക്കറ്റിലും സമാധാനം കണ്ടിട്ടില്ല. പാക്കറ്റില്ലേ ജീരകമുണ്ട്, കടുകുണ്ട്, ഉള്ളി കെട്ടിവെച്ചിട്ടുണ്ട്, പിന്നെ പച്ചക്കറികളെല്ലാം ഉണ്ട്, എല്ലാം പേരുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം പുതിയ പുതിയ കടയിലൊക്കെ ആണ് നട്ട്സ്, പിസ്ത ഇല്ലയോ. എന്നാ കടയിലൊന്നും കയറുകയില്ല. എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ ഒറ്റ കടയിൽ പോലും ഞാൻ സമാധാനമൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഈ പുസ്തകത്തിൽ സമാധാനം, സുവിശേഷം സമാധാനം തരും. മദ്യം നിനക്ക് സമാധാനം തരികയല്ല. ഞാൻ കഴിച്ചിട്ടില്ല, കഴിച്ചിട്ടുള്ള ചിലർ എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു എങ്ങനെയാടാ കഴിച്ചു കഴിഞ്ഞ? ഇത് അടിച്ചു വെച്ചാ ഒരു പിമ്പിരിയാന്ന് പറഞ്ഞു. അവൻ്റെ ഭാഷയാണ്, എനിക്കറിയത്തില്ല അതെന്നാ. ഒരു പിമ്പിരിയ, എന്തുവാടാ പിമ്പിരി? അത് നമുക്ക് തോന്നുക മേരിക്കുട്ടി അടുത്ത് നിൽക്കുന്നെന്ന്, അപ്പുറത്തെ തങ്കമ്മയാണ് നിൽക്കുന്നത്. എന്നാലും നമുക്ക് അങ്ങ് തോന്നുക നമ്മുടെ മേരിക്കുട്ടിയാന്ന് പറഞ്ഞ് ഞോണ്ടും. അന്നേരം മേരിക്കുട്ടിയുടെ ഭർത്താവ് കറിയാക്കൂട്ട് നല്ല കീച്ചും. അന്നേരം എഴുതി വെച്ചിരിക്കുക, ആർക്ക് കഷ്ടം ആർക്ക് കലകം, അവരെന്നെ അടിച്ചു, എനിക്ക് ഇത് കുടിച്ച. മനസ്സിലായോ വല്ലോ? മദ്യം നിനക്ക് സമാധാനം തരികയല്ല, ലഹരി പദാർത്ഥം സമാധാനം തരികയല്ല. ആമൻ തീർത്ഥയാത്ര കൊണ്ടും ചിലപ്പോൾ സമാധാനം കിട്ടുകയില്ല. ആമൻ മറ്റൊന്നൊരു മാർഗത്തിൽ സമാധാനമില്ല. സമാധാനം യേശുവിലുണ്ട്. അതിന്റെ കാരണം പറയാം, നമ്മുടെ കർത്താവിന്റെ ഒരു പര്യായ പദം ഇങ്ങനെ, ഒരു പദം, ആ പദം ഇങ്ങനെ, സമാധാന പ്രഭു. ഇന്ന് രാത്രി ആ സമാധാന പ്രഭു നമ്മുടെ നടുവിലുണ്ട്. അപ്പൊ സുവിശേഷത്തിന്റെ വിശേഷത പറഞ്ഞു നിർത്തുക. ഒന്ന്, ഈ വായിച്ച അധ്യായത്തോട് ബന്ധപ്പെട്ട ഒന്ന്, ഇത് സത്യവചനമാണ്. 2, ഫലം പുറപ്പെടുവിക്കും. 3, പ്രത്യാശ. 4, രക്ഷിക്കുന്ന മാർഗം. 5, സമാധാനം തരുന്ന മാർഗം. 7 കാര്യമാണ് ഞാൻ പറഞ്ഞു നിർത്തുന്നത്. 6 സുവിശേഷത്തിന്റെ 6ാമത്തെ വിശേഷത, ഇത് അഭിമാനത്തോടെ പറഞ്ഞോണം. അഭിമാനത്തോടെ ആരോടും. അതിനാ സുവിശേഷം അതാ. ഒരു വാക്യം വായിച്ച് പെട്ടെന്ന്, റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 21. ഇതെല്ലാം വാക്യത്തിലുള്ളത്, അതുകൊണ്ടാണ് വായിപ്പിക്കുന്നത്. അല്ലെ നിങ്ങൾ പറയും കാവാലത്തിൽ നിന്ന് അയാൾ വന്ന് വായി വരുന്നതെല്ലാം പറഞ്ഞു വെച്ച് പോയെന്ന. അത് വേണ്ട, വായി വരുന്നതെല്ലാം ഇതിനകത്തുള്ളതാ. അവനെ കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. സുവിശേഷം അറിയിക്കുവാൻ അഭിമാനിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയര്, ഇത് അഭിമാനത്തോടെ പറയണം. എന്തുവാ? സുവിശേഷം. അതന്നെ സുവിശേഷം, യേശു ക്രിസ്തു. അഭിമാനത്തോടെ പറയും. ആരോടും പറയുവാനും ആരോടും അറിയിപ്പാനും ആമൻ കഴിവുള്ള അഭിമാനത്തിന്റെ മാർഗമാ സുവിശേഷം. നീ ഒരു ദൈവവൈതലായതിൽ അഭിമാനിക്കണം. അല്ലാതെ ആൾക്കാരെ കാണുമ്പോൾ ചൂളരുത്. അഭിമാനത്തോടെ നിൽക്കണം. സുവിശേഷം അഭിമാനം. ഈ അഭിമാനിക്കാൻ കാര്യമുണ്ട്. ആർക്കും വേണ്ടാതെ എല്ലാവരും വെറുക്കപ്പെട്ട് കിടന്ന എന്നെയും നിങ്ങളെയും ഈ മാർഗത്തിൽ മാന്യമായിട്ട് ജീവിക്കുവാൻ ഇടവരുത്തിയത് സുവിശേഷമാണ്. അപ്പൊ സുവിശേഷത്തിന്റെ 6ാമത്തെ വിശേഷത അഭിമാനത്തോടെ പറയണം. 7 അതുകൂടെ പറഞ്ഞ് നിർത്തുക. 7 പോയിന്റാ. 7ാമത്തെ പോയിന്റ്, സുവിശേഷം നിന്നെ ഉയർത്തും. വായിച്ചേ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. പെട്ടെന്ന് ബൈബിൾ പിടിച്ചോ, ഇത് പിടിച്ചോ. അല്ലെ പറയാതിരിക്കുന്ന ആ പുള്ളിക്ക് ഇളക്കമെന്ന് പറയും. കണ്ട, കണ്ണാടിയും പിടിച്ചു. തീർന്നു. അല്ലെ നിങ്ങൾ പറയാം അതിരിക്കുന്നതുകൊണ്ട് ആ പുള്ളി പിന്നെ ഇളകുന്നെന്ന് പറയും. അതുകൊണ്ട് പിടിച്ചു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം, 2 കൊരിന്തി ഇല്ല, കൊരിന്തി ഒന്നേ ഉള്ളൂ, 2 ലേഖനം എഴുതിയതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് ഒരു കാര്യം കൂടെ പറയാം. ഇത് സൗജന്യമായിട്ടാ കൊടുക്കണ്ടേ. പിന്നെ ആരേലും എന്തേലും തന്നാ മേടിച്ചോണം, ബാർഗെയിൻ ചെയ്യരുത്. അങ്ങനെയുണ്ട്, മനസ്സിലായോ? ഇത്ര തന്നാലേ ഞാൻ പ്രസംഗിക്കുള്ളൂ, ഇത്ര തന്നാലേ ഞാൻ പാടുകയുള്ളൂ, ഇത്ര തന്നാലേ ഞാൻ കീബോർഡ്
വായിക്കോളൂ. ഇത്ര എന്നെ പഠിച്ചു പഠിക്കുന്നത് ഒന്നും പറയാനൊക്കത്തില്ല. അങ്ങനെയുള്ളവന്മാരെ വിളിക്കരുത്. എനിക്ക് ഇത്ര തന്നാലേ ഞാൻ ഇത് പാടോ ഋതം പാട് ഒന്നും പറയാനൊക്കത്തില്ല. എനിക്ക് ഇത്ര തന്നാലേ ഞാൻ പ്രസംഗിക്കൂ, അങ്ങനെയുള്ള ഒറ്റ വിളിക്കരുത്. എനിക്ക് ഇന്ന ഫുഡ് തന്നാലേ ഞാൻ അങ്ങനെ ഒരു പ്രമാണം ഇതിനകത്തില്ല. വിളിക്കുന്നവര് അവരുടെ സാഹചര്യം അനുസരിച്ച് എന്ത് തന്നാലും സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇത് സൗജന്യമായിട്ട് കൊടുക്കേണ്ടതാ. മനസ്സിലായോ? പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾ എല്ലാവർക്കും അറിയാം. യാത്രയും പോക്കും വരവും ഭക്ഷണവും അതൊക്കെ അറിയാമല്ലോ. അപ്പോൾ വിളിക്കുന്നവര് അവരുടെ സാഹചര്യം അനുസരിച്ച്, അവർക്ക് കൊടുത്ത നടത്തിപ്പനുസരിച്ച്, അവരുടെ നിയോഗമനുസരിച്ച് തരുമ്പോൾ അത് ദൈവം നമുക്ക് തരുന്നതാന്നുള്ള ബോധ്യത്തോടെ സന്തോഷത്തോടെ സ്വീകരിച്ച് അവർക്ക് നന്ദി പറഞ്ഞ് ഉപരി ദൈവത്തിന് നന്ദി പറയും. ഇപ്പോഴത്തെ കൺവെൻഷൻ എല്ലാം ചെന്ന് അങ്ങ് നന്ദി പറച്ചില്ല. എന്തിനാ ഈ നന്ദി പറച്ചില്ല? കർത്താവിന്റെ വലിയൊരു ദാസന് സമയമൊന്നും ചുമ്മാ പരിക്കാത്ത് കുത്തിയിരിക്കുക. സമയമൊന്നും വിളിക്കുന്നവനാണ് നന്ദി പറയേണ്ടത്. കാരണം പോയിന്റ് വല്ലായിട്ട് പരിക്കാത്തിരിക്കുക, ഒറ്റ ഒരുത്തം പോലും വിളിക്കുന്നില്ല. അപ്പം ജാക്ഷൻ വിളിച്ചല്ലോ, അപ്പം നന്ദി പറയേണ്ടത് പ്രസംഗിക്കുന്ന പുള്ളി ആദ്യം ദൈവത്തിന്. ദൈവമേ, കുറെ പോയിന്റുമായിട്ട് ഞാൻ കുറെ നാളായി പരിക്കാത്ത് ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനൊരു അവസരം തന്നതിന് നന്ദി. വിളിച്ച ജാക്സനും, അല്ലാതെ ജാക്സൻ എനിക്കാണോ നന്ദി പറയട്ടെ? മൈക്ക് സെറ്റുകാരന് നന്ദി പറയണ്ട, കാശ് കൊടുക്കുന്നല്ലേ? ഇല്ലേ? അവനാ നന്ദി പറയേണ്ടത്. ദൈവമേ, ഈ കുന്തം കോടാലി എല്ലാം കൂടെ പരിക്കാത്തിരുന്ന് തുരുമ്പിച്ചു പോകാന്ന് ഈ ജാച്ചൻ എന്നെ വിളിച്ചല്ലോ, ദൈവമേ ദൈവത്തിന് നന്ദി. വിളിച്ച ജാച്ചനും നിങ്ങൾ ഈ പുള്ളിക്ക് നന്ദി പറ. അതിന് പുള്ളി നിന്ന് അങ്ങ് നന്ദി പറച്ചില്ല. ഞങ്ങളുടെ സഭക്കാരെ ഏൽപ്പിച്ചതാ ഇതൊക്കെ ചെയ്യണമെന്ന്. പറഞ്ഞതുപോലെ ആരും ചെയ്യുന്നില്ല. ഇല്ല. പാട്ട് പാടുന്നവര് പാട്ട് പരിക്കാത്തിരിക്കുക. വിളിച്ചില്ല എങ്ങനെ പാടും? പെമ്പള മാത്രം കേട്ടോണ്ടിരിക്കും. കുറെ കേൾക്കുമ്പോ അവള് പറയും മാതി നിർത്തേ, രാവിലെ മുതൽ തുടങ്ങിയതാണ് പറയുമെന്ന്. ദൈവത്തിന് മഹത്വം. പന്തലിട്ടവർക്ക് നന്ദി. എന്തിനാ കാലും കോലുമായിട്ട് ഉമ്മായിരിക്കുകയായിരുന്നു. അന്നേരം വിളിച്ചപ്പോ ഇട്ട് തന്നു. നിങ്ങൾ ആദ്യം ദൈവത്തിന് നന്ദി പറഞ്ഞാച്ച് പുള്ളിക്ക് നന്ദി പറ. ജാക്ഷൻ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കാണിക്കാനും അവന്റെ വീഡിയോക്കാരിയിരിക്കുന്നു. അവരും ഇതെല്ലാം കൂടെ ഇരുന്ന് കേടായി പോയാലോ. അപ്പം നമ്മളെല്ലാം ദൈവത്തിന് നന്ദി പറയണം. ദൈവം നിനക്ക് ആയുസ് തന്നതിന് നന്ദി പറ, ആരോഗ്യം തന്നതിന് നന്ദി പറ. ഞാൻ എപ്പോഴും ദൈവമക്കളോട് പറയും, ഈ ചുമ്മാ ഇരുന്ന് കരയരുത്. ചിലരുടെ പ്രാർത്ഥനയെല്ലാം ഈ മുട്ടനാട് കരയും പോലെ, തരണമേ, പിടിപ്പിക്കണമേ, സഹായിക്കണമേ. ചുമ്മാ ഇരുന്ന് മുട്ടനാട് കരയും പോലെ കരയാതെ ഞാനൊരു കാര്യം പറയാ, നീ ദൈവത്തിന് നന്ദി പറ. എന്റെ ദൈവമേ തന്ന ആയുസ്സിന് നന്ദി, ആരോഗ്യത്തിന് നന്ദി, ഭക്ഷണത്തിന് നന്ദി, വസ്ത്രത്തിന് നന്ദി, ബലത്തിന് നന്ദി, എല്ലാത്തിനും നന്ദി. ദൈവത്തിന് നന്ദി പറ. ഇന്ന് രാത്രി നന്ദിയോടെ വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ഞാൻ എന്റെ വാക്ക് നിർത്തുക. പഴയ പാട്ടിന്റെ ഒരു വരി എല്ലാവരോടും അറിയാവുന്നൊരു ചേർന്നങ്ങ് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നിങ്ങനെ പോട്ട് ദൈവം അനുവദിച്ചാൽ, കർത്താവ് വരാൻ താമസിച്ചാൽ പിന്നീട് നമുക്ക് ഒരു 3 ദിവസം അങ്ങ് നടത്താം. ആയിരിക്കും നല്ലത്. എന്നാലും എനിക്കും വല്ലതും ഒക്കെ ഒന്ന് പറഞ്ഞ് രണ്ടുകൊണ്ടൊന്നും ഒക്കുകയല്ലെന്ന്. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ഇന്ന് അങ്ങ് നിർത്താം. ആ പഴയ പാട്ടിന്റെ 2 വരി സ്റ്റേജിലിരിക്കുന്നവരെല്ലാം ഒന്ന് എഴുന്നേറ്റു. കുറെ നേരം ആയാലും ഇരിപ്പ് തുടങ്ങിയിട്ട് നിങ്ങൾ എഴുന്നേക്കണ്ട. എഴുന്നേക്കാൻ പറഞ്ഞാൽ ഇറങ്ങിപ്പോവും. അപ്പൊ ഇരുന്നാ മതി. അപ്പൊ പിന്നെ എന്നാ പോകുന്നവരെ എനിക്കൊന്ന് കാണുകയും ചെയ്യാമല്ലോ, പരിചയക്കാരാണെങ്കിൽ. അപ്പൊ നിങ്ങൾ ഇരുന്നാ മതി, ഇവര് നിൽക്കട്ടെ. 2 ശീല് പാടി നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ, നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ, ഭാഗ്യമേറും മഹോത്സവ വാഴ്ചകാലം വരുന്നല്ലോ, ഭാഗ്യമേറും മഹോത്സവ വാഴ്ചകാലം വരുന്നല്ലോ, എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും യേശു മാത്രം. ഒന്ന് നിർത്തിക്ക. പിന്നെ പെന്തിക്കോസുകാരോടാ പറഞ്ഞത്, ഈ കയ്യെ ഇതിനു വേണ്ടി മാത്രം ഉള്ളതല്ല. ഇത് കറണ്ട് പോയാലും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് പ്രവർത്തിച്ചോ, പക്ഷെ ഈ കയ്യെ ദൈവത്തെയും കൂടെ ഒന്ന് കൈയടിച്ച് മഹത്വപ്പെടുത്താൻ. അപ്പം പാട്ട് പാടുമ്പം കൈ ഒക്കെ ഒന്ന് അടിച്ച് മഹത്വപ്പെടുത്തിയില്ലേ പിന്നീട് വരാതിരിക്കട്ടെ എന്നാ പറയാതിരിക്കാനൊക്കെ
ഒടുവിൽ പ്രായമൊക്കെ ആകുമ്പോൾ പല ദീനം വരും. അതിലൊരു ദീനം ഞങ്ങളുടെ നാട്ടിലെ ഭാഷയാ വെട്ടുവാദം എന്ന് പറയാം. എപ്പോഴും ഇങ്ങനെ അടിച്ചിരിക്കണം. ഇപ്പോഴാണെ പാട്ടിന് അടിച്ചാൽ മതി, അല്ലെ പിന്നെ 24 മണിക്കൂർ ഇങ്ങനെ കട്ടൻ തരുമ്പോഴും അടിച്ചിരിക്കും, ചോറ് തരുമ്പോഴും അടിച്ചിരിക്കും, എപ്പോഴും കിടുകിടാന്ന് അടിച്ചിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി 2 ശീയിൽ പാട്ട് പാടി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ, നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ. ഓ ഭാഗ്യമേറും മഹോത്സവ വാഴ്ചകാലം വരുന്നല്ലോ, ഭാഗ്യമേറും മഹോത്സവ വാഴ്ചകാലം വരുന്നല്ലോ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ വേറെയില്ലൊന്നു, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ വേറെയില്ലൊന്നു. നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നിങ്ങൾ എഴുന്നേക്കാൻ ഒരുങ്ങിയതല്ലയോ? 1 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാം. ആ കരങ്ങൾ വീശി, എല്ലാവരും 2 കരങ്ങൾ വീശി. ആരോഗ്യമുള്ളവർ എഴുന്നേറ്റ് നിന്നാട്ടെ, തീരെ ക്ഷീണിതരും പ്രായമുള്ളവർ എഴുന്നേക്കണമെന്നില്ല. ആ കരങ്ങളൊന്ന് വീശി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളല്ല. ഇന്നും എന്ന് കരങ്ങൾ വീശി പിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളല്ല. ഓ ഇന്നും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ കരങ്ങൾ വീശി. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഇരിക്കാം. ഇതുവരെയും എന്നെ കേട്ടിരുന്ന ബഹുമാന്യരായ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, വിശേഷിച്ച് ജനപ്രതിനിധികളായ ബഹുമാനായ പ്രിയ, അവർ നല്ല തിരക്കും ബന്ധപ്പാടുമുണ്ട്. എന്നിരുന്നാലും ഈ ശുശ്രൂഷയെ ബഹുമാനിച്ച് ദൈവത്തെ ഭയപ്പെട്ട് പ്രിയപ്പെട്ടവരും ഇവിടെ സഹകരിച്ചതിൽ ഒത്തിരി നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല അനുഭവങ്ങളും നന്മകളും ഒക്കെ നിങ്ങൾക്കും ദൈവം നൽകട്ടെ. ആമേൻ. നമുക്കെല്ലാം ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ ജീവിക്കാം, വർത്തിക്കാം. അതിന് ദൈവം കൃപ നൽകട്ടെ. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ. ആമേൻ. സ്തോത്രം. കർത്താവിന് ഹിതമാമണ്ണം എല്ലാം ദൈവം ചെയ്യട്ടെ. നിങ്ങൾ ഓർക്കുമ്പം ദൈവമക്കൾ എളിയവനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. എന്നെ ക്ഷണിച്ച കർത്തദാസനും ചുമതലപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർപ്പിച്ചല്ലോ, ഭക്ഷണം കഴിച്ചേച്ച് എല്ലാവരും പോകാവൂ. ഇപ്പോൾ ചുമതലപ്പെട്ടവർ ജനപ്രതിനിധികളും ഉണ്ടല്ലോ, അത് എൻ്റെ പരുവത്തിന് കൈകാര്യം ചെയ്തു. പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞേച്ച് പറയുന്നു, അതോ അതിന് പ്രാർത്ഥിച്ചങ്ങ് ആശീർവാദം പറ. പ്രാർത്ഥിച്ചിപ്പോൾ ആശീർവാദം പറഞ്ഞേച്ച് ആരും പോകരുത്, അവർ മുമ്പോട്ട് വരണം. അതിൻ്റെ ഓർഡർ അങ്ങനെ. ഇപ്പം അങ്ങ് ആരാ പ്രാർത്ഥിക്കുന്നത്? വാ, ഞാനങ്ങ് പറഞ്ഞേക്കാം. ആശീർവാദം ആരാ? വാ. അപ്പം പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞതിന് ശേഷം ആരും പോകരുത്. ബഹുമാന്യരായ ജനപ്രതിനിധികൾ മുൻപോട്ട് വരും. തുടർന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം ക്രമീകരിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അങ്ങേക്ക് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ.